വയനാട്ടിലെ ദുരന്തത്തിൽ നിന്ന് കരകയറാൻ കേരളത്തിന് വലിയ സഹായധനം ആവശ്യമുണ്ടെന്ന് പലകുറിയായി കേന്ദ്ര സർക്കാരിനോട് നാം പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. നിവേദനത്തിന്റെ അഭ്യർത്ഥനകളുടെ കണക്കുകളുടെ രൂപത്തിൽ പലപ്പോഴായി അത് കേന്ദ്ര സർക്കാരിന്റെ മുന്നിലെത്തിയിട്ടുണ്ട്. നമ്മൾ മലയാളികൾ വയനാട്ടിൽ അനുഭവിച്ച ദുരന്തത്തിന്റെ വ്യാപ്തി എത്രയാണെന്ന് നമ്മുടെ ചെലവിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇവിടെ നിന്ന് വന്ന് കണ്ടുപോയതുമാണ്. പക്ഷേ മറ്റ് സംസ്ഥാനങ്ങളോട് സ്വീകരിക്കുന്ന സമീപനമല്ല കേരളത്തോട് സ്വീകരിക്കുന്നത്. ഇത്ര മാസങ്ങൾ പിന്നിട്ട ശേഷവും എല്ലാ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയ ശേഷവും നമുക്ക് പണം അനുവദിക്കാൻ സർക്കാരിന് പ്രയാസമായിരുന്നു. ബജറ്റിൽ പോലും കേരളത്തിന്റെ പ്രളയ നിർമ്മാർജ്ജന പരിപാടികൾക്ക് അല്ലെങ്കിൽ പ്രളയ പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് പ്രത്യേക അലോക്കേഷൻ ഒന്നും ഉണ്ടായില്ല. ഇപ്പോൾ ഈ വൈകിയ വേളയിൽ 530 കോടി രൂപ 50 വർഷത്തേക്ക് വായ്പയായി തരാം എന്ന് പറയുന്നു സർക്കാർ. അതിന് പലിശയില്ല, പതിയെ തിരിച്ചടച്ചാൽ മതി. പക്ഷേ തിരിച്ചടയ്ക്കണം. സഹായധനമായി, തിരിച്ചടയ്ക്കാത്ത പണമായി ഒന്നും തരാൻ ഉദ്ദേശമില്ല. ബി.ജെ.പിയുടെ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പറയുന്നത് 50 വർഷത്തെ സമയമുണ്ടല്ലോ, പലിശ ഇല്ലല്ലോ, അപ്പോൾ അതൊരു സഹായമല്ലേ എന്നാണ്. കേന്ദ്ര സർക്കാരിനോടുള്ള ചോദ്യം, ഈ രാജ്യത്ത് പലയിടത്തായി പലപ്പോഴായി ഈ ദിവസങ്ങളിൽ പ്രളയത്തെ അനുഭവിച്ച മനുഷ്യരുണ്ട്, പല സംസ്ഥാനങ്ങൾ. അവർക്കെല്ലാം പൊടുന്നനെ വലിയ തുകകൾ കേന്ദ്ര സർക്കാർ സഹായധനമായി അനുവദിക്കുകയും ചെയ്തു. എന്നുവെച്ചാൽ കേരളത്തോട് ചോദിച്ച പോസ്റ്റ് ഡിസാസ്റ്റർ അസസ്മെന്റ് റിപ്പോർട്ട് പോലും ഇല്ലാതെ പല സംസ്ഥാനങ്ങൾക്കും വലിയ തുക വാരിക്കോരി കേന്ദ്ര സർക്കാർ കൊടുത്തിട്ടുണ്ട്. അവർക്കാർക്കും കൊടുത്തത് വൈകിയ വേളയിൽ കൊടുത്ത 530 കോടിയല്ല, പലിശയില്ലാത്ത വായ്പയല്ല. സഹായധനമായി മറ്റ് സംസ്ഥാനങ്ങൾ കൊടുക്കുന്നു, കേരളത്തിന് മാത്രം വൈകിയ വേളയിൽ വായ്പ തരുന്നു. ഈ വിവേചനത്തിൻ്റെ അടിസ്ഥാനം എന്താണ്? കേരളത്തോട് സ്വീകരിക്കുന്നത് രാവിലെ പി.എൻ. വാസവൻ മന്ത്രി പറഞ്ഞതുപോലെ ഇന്ത്യൻ യൂണിയനിൽ പെട്ട ഒരു സംസ്ഥാനമല്ല എന്ന സമീപനം എടുക്കുകയാണോ നമ്മളോട്? ബി.ജെ.പി. ഭരിക്കാത്ത സംസ്ഥാനങ്ങളെയെല്ലാം ഞങ്ങൾ ശ്വാസം മുട്ടിക്കും, ബുദ്ധിമുട്ടിക്കും എന്ന സമീപനം സ്വീകരിക്കുകയാണോ? എന്താണ്? കേരളത്തിലെ മനുഷ്യർ ഒരു വലിയ കെടുതിയെ അനുഭവിച്ചപ്പോഴും അതിന് സഹായധനം നൽകില്ല എന്ന് നമ്മുടെ നികുതി പണം നേരിട്ട് ഏറ്റുവാങ്ങുന്ന ഒരു ഭരണകൂടം, ഒരു യൂണിയൻ ഗവൺമെൻറ് സ്വീകരിക്കുന്ന സമീപനത്തിൻ്റെ കാരണം എന്താണ്? കേരളത്തോട് ഒരുതരം സാഡിസമാണോ ഈ സർക്കാരിന്, നരേന്ദ്രമോദിക്ക്? ഈ വിഷയം സംസാരിക്കുകയാണ് സ്പെഷ്യൽ എഡിഷൻ. CPIM കെ റഫീഖ്, CPIM വയനാട് ജില്ലാ സെക്രട്ടറി, നിജേഷ് അരവിന്ദ് കോൺഗ്രസിൽ നിന്ന്, പ്രിൻറ്റു മഹാദേവ് BJP പ്രതിനിധി എന്നിവരാണ്. ആദ്യം പ്രിൻറ്റു, ഈ പ്രളയം അനുഭവിക്കുന്ന സംസ്ഥാനങ്ങൾക്കെല്ലാം പലതരത്തിലുള്ള സഹായം ഇതിന് മുൻപ് കേന്ദ്ര സർക്കാർ കൊടുത്തിട്ടുണ്ട്, ഈ ദിവസങ്ങളിൽ കൊടുത്തിട്ടുണ്ട്. നമുക്കറിയാം, ഏറ്റവും അവസാനം കൊടുത്തത് തമിഴ്നാടിനാണ്, ആന്ധ്രയ്ക്ക് കൊടുത്തിട്ടുണ്ട്, ത്രിപുരയ്ക്ക് കൊടുത്തിട്ടുണ്ട്, പല സംസ്ഥാനങ്ങൾക്ക്. പക്ഷെ നമുക്ക് മാത്രമാണ് ലോകം ശ്രദ്ധിച്ച ഒരു ദുരന്തമുണ്ടായിട്ട് ഇത്ര വൈകി 530 കോടി വായ്പയായി തരുന്നത്. വേറെ ഏതെങ്കിലും സംസ്ഥാനങ്ങൾക്ക് കൊടുത്ത സഹായത്തിന് ഈ സ്വഭാവമുണ്ടോ? അൻഷദ് സാർ, ഇതിനകത്ത് അങ്ങ് തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ആദരണീയനായിട്ടുള്ള നരേന്ദ്രമോദി വയനാട് ദുരന്ത മേഖല സന്ദർശിച്ച സമയത്ത് അദ്ദേഹം പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്, ഇത് രാജ്യത്തിൻ്റെ ദുരന്തമാണ്. സ്വാഭാവികമായിട്ട് ഈ രാജ്യം നേരിട്ട, കേരളം നേരിട്ട ആ വലിയ ദുരന്തത്തിന് എല്ലാ അർത്ഥത്തിലുള്ള സഹായ സന്നദ്ധതയും അറിയിച്ചുകൊണ്ടാണ് കേന്ദ്ര സർക്കാർ മുന്നോട്ട് പോകുന്നത്. അങ്ങ് ഉന്നയിച്ച ഈ വിഷയം, അതിൻ്റെ ഒരു നിജസ്ഥിതി അങ്ങ് ഒന്ന് കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കണം. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു വലിയ രീതിയിലൊരു വ്യാജ പ്രചരണങ്ങൾ വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നടക്കുന്നുണ്ട്. കേന്ദ്ര സർക്കാരിനെതിരെ ഒരു ഇരവാദം ഉന്നയിക്കാൻ വേണ്ടി അത് ഇടതുപക്ഷമായിക്കോട്ടെ, പിണറായി സർക്കാർ ആയിക്കോട്ടെ, അതോടൊപ്പം തന്നെ ഈ പ്രതിപക്ഷവും ഒരുമിച്ച് ശ്രമിക്കുന്നുണ്ട്. ഒരു കേരള വിരുദ്ധ ശ്രമം, ഒരു പരിപ്രേക്ഷ്യം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് ആസൂത്രിതമായ ശ്രമം നടക്കുന്നുണ്ട്. അങ്ങ് ഈ പറയുന്ന പണം, ഈ പറയുന്ന 529 കോടി രൂപ കേന്ദ്ര സർക്കാർ അനുവദിച്ചു അല്ലേ? അതും പറഞ്ഞു 50 വർഷത്തെ പലിശരഹിതമായിട്ടുള്ള വായ്പയായിട്ടാണ്. 50 വർഷം കഴിഞ്ഞാണ് അതിൻ്റെ തിരിച്ചടവ്. അങ്ങ് മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു വസ്തുത, ഇത് സംസ്ഥാന സർക്കാർ സ്പെഷ്യലായിട്ടുള്ള കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതിയിൽ പെടുത്തിക്കൊണ്ട് ഈ പറയുന്ന ഡേറ്റ് എന്ന് പറഞ്ഞാൽ 4/2/2025 സമർപ്പിച്ച പദ്ധതി, ലോൺ എന്ന് പറയുന്ന പദ്ധതിയുടെ ഭാഗമായിട്ടാണ് കേന്ദ്ര സർക്കാർ ഈ പണം അനുവദിച്ചിട്ടുള്ളത്. സംസ്ഥാന സർക്കാർ ഏത് രീതിയിലാണോ പ്രൊജക്റ്റ് സമർപ്പിച്ചിട്ടുള്ളത്, ആ പ്രൊജക്റ്റിൻ്റെ സംഖ്യ എന്ന് പറയുന്നത്, സമർപ്പിച്ച സംഖ്യ എന്ന് പറയുന്നത് 535 കോടി രൂപയാണ്. 35.56 കോടി രൂപയാണ് ലോണിന് അപേക്ഷിച്ചത്. കേന്ദ്ര സർക്കാർ അടിയന്തര നടപടി എന്ന രീതിയിൽ 529.59 രൂപ അനുവദിച്ചു. സാർ, ഇതിനകത്ത് അങ്ങ് പറയൂ. കേന്ദ്ര സർക്കാരിൻ്റെ അടുത്ത് ഇതിനകത്ത് എന്താണ് പ്രശ്നം സാർ? നിങ്ങളിത് മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു വസ്തുത,
അല്ല, ഒരു കാര്യങ്ങൾക്ക് വളരെ വേഗത്തിൽ വ്യക്തത വരുത്തി പോയിക്കോളൂ ശ്രീ പ്രിന്റു മഹാദേവ്. കേന്ദ്രത്തോട് വയനാടിന്റെ പുനരുദ്ധാരണത്തിന് കേരളം ആവശ്യപ്പെട്ടിരിക്കുന്നത് ഈ 39 കോടി രൂപയുടെ വായ്പ മാത്രമാണ്. വേറെ പൈസയൊന്നും ആവശ്യപ്പെട്ടിട്ടില്ല. ചോദിച്ചത് 40 കോടിയോ മറ്റുമാണ്. 530 കോടി വേറെ വല്ലതും ചോദിച്ചിട്ടുണ്ടോ? അങ്ങനെയല്ല സാർ, അങ്ങനെയല്ല. അതല്ല ഞാൻ ചോദിച്ചിട്ടുണ്ട്. അത് പറയാം. നിങ്ങൾ ഈ ഒരു വിഷയം ഉന്നയിക്കുമ്പോൾ അതിന്റെ നിജസ്ഥിതി അറിയണമല്ലോ. നിങ്ങൾ പറഞ്ഞ 2 സ്പെഷ്യൽ പാക്കേജുമായി ബന്ധപ്പെട്ട് അങ്ങ് പറഞ്ഞ കാര്യം ശരിയാണ്. സ്പെഷ്യൽ പാക്കേജ് എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ട് സാർ, നിങ്ങൾ ഈ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട് പ്രകാരം സത്യത്തിൽ സാർ സ്പെഷ്യൽ പാക്കേജ് ഇല്ല. നിങ്ങളത് ആദ്യം മനസ്സിലാക്കണം. രണ്ടാമത്, സംസ്ഥാനങ്ങൾ ഏത് രീതിയിലാണ് കേന്ദ്രത്തിന് സഹായിക്കുക, അഡീഷണൽ ആയിട്ടുള്ള സാമ്പത്തിക സഹായം നൽകുക എന്നുള്ളതാണ്. ഇവിടെ നിങ്ങൾ ഉന്നയിക്കുന്ന ഇന്ന് ഉന്നയിക്കുന്ന വിഷയം കേന്ദ്രം പണം നൽകി അത് കടമാണ് എന്നുള്ളതാണ്. അതിൻ്റെ നിജസ്ഥിതി നിങ്ങൾ സമൂഹത്തിനോട് പറയണമല്ലോ. രണ്ടാമത്, അങ്ങ് പറഞ്ഞ പുനരധിവാസ പാക്കേജുമായി ബന്ധപ്പെട്ടിട്ടുള്ള ബാക്കിയുള്ള പണം കേന്ദ്ര സർക്കാർ അനുവദിക്കും. ഇപ്പോൾ നോക്കൂ, ഇവിടെ ഏത് സർക്കാരാണ് സത്യത്തിൽ ഈ പുനരധിവാസം സംസ്ഥാന സർക്കാരിൻ്റെ കടമയാണെന്നുള്ള നിയമ ഭേദഗതി കൊണ്ടുവന്നത്? UPA സർക്കാരാണ് സാർ. അതിനകത്ത് എങ്ങനെയാണ് കേന്ദ്രത്തിന് നിങ്ങൾക്ക് എന്നിട്ടും അവിടെ സംസ്ഥാനത്തിന് ആവശ്യമായിട്ടുള്ള പണം തരാമെന്ന് കേന്ദ്ര സർക്കാർ പറയുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരിനെ മുൻമുലയിൽ നിർത്താൻ വേണ്ടി തുടക്കം മുതൽ തന്നെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സംസ്ഥാന സർക്കാർ. എല്ലാ ആരോപണങ്ങളും അടിസ്ഥാനരഹിതമാണ്. ആദ്യം പറഞ്ഞിട്ടുള്ള പാക്കേജ്, ഇത് പറയുന്ന നമ്മുടെ മെമ്മറാണ്ടവുമായി ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യം, അന്ന് നിയമസഭയ്ക്കകത്ത് നമ്മുടെ രാജൻ നിയമസഭയ്ക്കകത്ത് പറഞ്ഞു കേന്ദ്ര സർക്കാരിന് നമ്മൾ അന്ന് പറഞ്ഞ സംഖ്യ 1202. ഒന്നാമത്തെ കാര്യം, ഇത് കൊടുത്ത പാക്കേജ്, കൊടുത്ത റിപ്പോർട്ടുകൾ, കാലതാമസം, സാങ്കേതികത, ഇതൊന്നും എന്റെ ചോദ്യമല്ല. അതിലേക്ക് വന്നോളൂ. അതിന് മുമ്പ് എന്റെ ഒരു മൗലികമായ ചോദ്യം ഇതാണ്. അതായത്, പ്രളയം അനുഭവിച്ച മറ്റു സംസ്ഥാനങ്ങൾക്ക് ഒരു സാങ്കേതികതയുടെയും നൂലാമാല പറയാതെ വൻ തുക സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട്, കൊടുത്തിട്ടുണ്ട്, കൈമാറിയിട്ടുണ്ട്. കേരളത്തിന് മാത്രം സഹായത്തിന് ഞങ്ങൾ പ്രതിജ്ഞാബദ്ധമാണെന്ന് പറഞ്ഞിട്ടുണ്ട്, തരുമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്നതല്ലാതെ ആകെ കിട്ടിയത് 530 കോടി രൂപ വായ്പയാണ്. 50 വർഷം കൊണ്ട് തിരിച്ചടയ്ക്കണം. 50 വർഷം കഴിഞ്ഞല്ല. മറ്റു പല സംസ്ഥാനങ്ങൾക്കും തമിഴ്നാട് കിട്ടിയത് 1000 കോടി, ത്രിപുരയ്ക്ക് കിട്ടിയത്, ഇനി അങ്ങോട്ടുള്ള ആന്ധ്രയ്ക്ക് കിട്ടിയത്, ഉത്തർപ്രദേശിന് കിട്ടിയത്. ബീഹാറിന്റെ പ്രളയ ദുരിതാശ്വാസത്തിന് 15,000 കോടിയാണ് ബജറ്റിൽ പ്രത്യേകമായി പ്രഖ്യാപിച്ചത്. ഇത് ലോകം കണ്ട ദുരന്തമാണ്. ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ 2000 കോടിയുടെ പ്രത്യേക പാക്കേജ് പ്രഖ്യാപിക്കണം എന്നാവശ്യപ്പെട്ടു. നമുക്ക് മാത്രം ഇല്ല. ബാക്കി ഒരിടത്തും ഒരു പേപ്പറും ചോദിക്കുന്നില്ല, അപ്പോൾ പ്രഖ്യാപിക്കുകയാണ് പൈസ. എന്തുകൊണ്ട് തമിഴ്നാടിന് കിട്ടിയത് കേരളത്തിനില്ല? എന്തുകൊണ്ട് ത്രിപുരയ്ക്ക് കിട്ടിയത് കേരളത്തിനില്ല? അസമിന് കിട്ടിയത് കേരളത്തിനില്ല? ബീഹാറിന് കിട്ടിയത് കേരളത്തിനില്ല? ആ ചോദ്യത്തിന് നിങ്ങളുടെ ആ നയത്തിനുള്ള ഉത്തരം ആദ്യം പറഞ്ഞിട്ട് പേപ്പറിന്റെയും ടെക്നിക്കാലിറ്റിയുടെയും ഒക്കെ കാര്യം പറയാമോ പ്രിന്റു? അല്ല സാർ, നോക്കൂ, ഇപ്പൊ നമുക്കറിയാം സ്വാഭാവികമായിട്ട് SDRF ഫണ്ട് കേന്ദ്രം എത്ര നൽകിയിട്ടുണ്ട് സാർ? SDRFിന്റെ കാര്യം പറയുമ്പോൾ തമിഴ്നാട്ടിലെ SDRFിന്റെ കണക്ക് പറഞ്ഞോണം. SDRFിന്റെ കാര്യം പറയുമ്പോൾ ബീഹാറിലെ SDRFിന്റെ കണക്ക് പറഞ്ഞോണം, ത്രിപുരയിലെ പറഞ്ഞോണം, അസമിലെ ഗുജറാത്തിലെ പറഞ്ഞോണം. SDRFിന് പുറത്തു കൊടുത്ത അടിയന്തരമായി കൊടുത്ത കാശിന്റെ കണക്കാണ് ഞാൻ പറയുന്നത്. SDRF വേറെ, SDRF എല്ലാവർക്കും ഉണ്ട്, എല്ലാ വർഷവും ഉണ്ട്. SDRFിന് പുറത്ത് ഗുജറാത്തിന് കൊടുത്ത കാശ്, SDRFിന് പുറത്ത് തമിഴ്നാടിന് കൊടുത്ത കാശ്, ആന്ധ്രയ്ക്ക് കൊടുത്തത്, ബീഹാറിന് പ്രഖ്യാപിച്ച ബജറ്ററി അലോക്കേഷൻ 15,000 കോടി. SDRFിന് കണക്ക് നമുക്ക് വേറെ സംസാരിക്കാം. അത് എല്ലാവർക്കും പുറത്തു കൊടുത്തതിനെ കുറിച്ച് സംസാരിക്കാം. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പണം സാർ സ്വാഭാവികം പുനരധിവാസ പാക്കേജ് അങ്ങ് പറയുന്ന പാക്കേജ് അല്ല. പുനരധിവാസവുമായി ബന്ധപ്പെട്ടിട്ടുള്ള അഡീഷണൽ ആയിട്ട് കേന്ദ്രം നൽകുന്ന പണം സാർ സംസ്ഥാന സർക്കാർ നൽകും. അതിനകത്ത് യാതൊരു സംശയവുമില്ല. സംസ്ഥാന സർക്കാർ നോക്കൂ, നിങ്ങൾ മനസ്സിലാക്കണം, അടിയന്തര സഹായം എന്ന രീതിയിൽ ലോൺ ചോദിച്ച സമയത്ത് 6-7 ദിവസം കൊണ്ടാണ് സാർ കേന്ദ്ര സർക്കാർ ഈ 500 കോടി അനുവദിച്ചിട്ടുള്ളത്. ഒരു വസ്തുത എന്ന് പറയുന്നത് അല്ല സാർ, അങ്ങനെ ചോദിക്കട്ടെ, ബാക്കി ആർക്കും എന്താ ലോൺ കൊടുക്കുന്നത്? സ്വയം പൊളിയല്ലേ? തൊട്ടടുത്ത തമിഴ്നാടിന് കൊടുത്തത് എന്താ? വായ്പയാണോ? നമ്മളിപ്പോ ഇത്രയും മാസം കഴിഞ്ഞു, ഈ പറയുന്ന പോസ്റ്റ് ഡിസാസ്റ്റർ അസസ്മെന്റ് റിപ്പോർട്ട് കൊടുത്തു, എന്നിട്ടും മാസങ്ങൾ കഴിഞ്ഞു. നമ്മുടെ പൈസ എവിടെ? അവർക്കൊന്നും അത് കൊടുക്കേണ്ടി വന്നില്ലല്ലോ കാശ് കിട്ടാൻ. നമ്മൾ സകലമായ പേപ്പറും കൊടുക്കണം, അടിയാധാരം വരെ കൊടുക്കണം, എന്നാലും നമുക്ക് പൈസ തരില്ല. അല്ല,
അല്ല, അഡീഷണൽ ഈ പ്രളയവുമായി ബന്ധപ്പെട്ട് അഡീഷണൽ ആയിട്ടുള്ള സാമ്പത്തിക സഹായം ലഭിക്കണമെങ്കിൽ സ്വാഭാവികമായി സാർ അതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരിന്റെ ഒരു ക്യാബിനറ്റ് സംവിധാനത്തിന്റെ പഠനം നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രളയം കഴിഞ്ഞ് സംസ്ഥാനങ്ങൾക്ക് കൊടുത്തത് അടിയന്തര സഹായം വായ്പയാണോ? ആണോ? ബാക്കി സംസ്ഥാനങ്ങൾക്ക് അടിയന്തര സഹായമായിട്ട് 1000 കോടി വരെ കൊടുത്തു. അത് വായ്പയാണോ? അത് വായ്പയാണോ? തരാം. നമ്മൾ ആവശ്യപ്പെട്ട 2000 കോടി രൂപയാണല്ലോ സാർ. ഈ 2000 കോടി വേണ്ട. 2000 കോടി വേണ്ട. നമ്മുടെ ഇവിടെ വന്ന് ഹെലികോപ്റ്ററിൽ പറന്നു മനസ്സിലാക്കിയിട്ട് നമുക്ക് എത്ര തന്നു? ഇവർക്കൊരു അത്യാവശ്യം വന്നിരിക്കുകയാണ്, ഇവർ നശിച്ചു കിടക്കുകയാണ് ഈ മേഖല, ഒരു പൈസ കൊടുക്കണം പാവങ്ങൾക്ക് എന്ന് വിചാരിച്ചിട്ട് ആരാധ്യനായ പ്രധാനമന്ത്രി ഇവിടുന്ന് ഡൽഹി ചെന്നിട്ട് എത്ര പ്രഖ്യാപിച്ചു? തമിഴ്നാടിന് പ്രഖ്യാപിച്ചു, ആന്ധ്രയ്ക്ക് പ്രഖ്യാപിച്ചു, ഗുജറാത്തിന് പ്രഖ്യാപിച്ചു, അസമിന് പ്രഖ്യാപിച്ചു, ബീഹാറിന് പ്രഖ്യാപിച്ചു. നമുക്ക് പ്രഖ്യാപിച്ചോ? ഇവിടെ വന്ന് കണ്ടിട്ട് കണ്ണീരണിഞ്ഞു പോയ പ്രധാനമന്ത്രിക്ക് എന്ത് കൊടുക്കണം എന്നാണ് തോന്നിയത്? മറ്റുള്ളവർക്ക് കൊടുത്ത പോലെ നമുക്കുണ്ടോ? അല്ല, ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ പണം സാർ എന്തിനു വേണ്ടിയുള്ളതാണ് സാർ? പുനരധിവാസത്തുമായി ബന്ധപ്പെട്ടുള്ള സാധനങ്ങൾക്കല്ല സാർ. അങ്ങനെയാണെങ്കിൽ ആ തമിഴ്നാടിനോട് പറഞ്ഞാൽ പോരെ, ഗുജറാത്തിനോട് പറഞ്ഞാൽ പോരെ, അസമിനോട് പറഞ്ഞാൽ പോരെ? നിങ്ങൾക്ക് പൈസ ഉണ്ടല്ലോ, അതെടുത്ത് ചെലവാക്കിയാൽ മതി. അവരോട് എന്താ SDRF-ന്റെ കണക്ക് പറയാത്തെ? 2000 കോടി രൂപയുടെ അവരോട് എന്താ SDRF-ന്റെ കണക്ക് പറയാത്തെ? അങ്ങനെയല്ല സാർ. ആന്ധ്രയെയും തമിഴ്നാടിനെയും നിങ്ങൾ താരതമ്യപ്പെടുത്തുമ്പോൾ കേരളത്തിന് നൽകിയിട്ടുള്ള, കേന്ദ്രം നൽകിയിട്ടുള്ള SDFR-ന്റെ NDRF-ന്റെ പണം എന്ത് ചെയ്തു എന്ന് അങ്ങ് പറയണ്ടേ? അതെന്താ അവിടെ ചോദിക്കാത്തെന്താ? ബീഹാറിനോട് SDRF-ന്റെ NDRF-ന്റെ ചോദ്യം ഇല്ലാത്തത്? അല്ല, SDRF-ന്റെ പൈസ അസമിനോട് നിങ്ങൾ പറയാത്ത? തമിഴ്നാട് സ്റ്റാലിനെ വിളിച്ചിട്ട് സ്റ്റാലിനോട് പറയണമല്ലോ SDRF വർഷാവർഷം പൈസ അതെടുത്ത് ചെലവാക്കിയാൽ മതിയല്ലോ. നമ്മൾ ബംഗാളിന്റെയോ ബീഹാറിനോ തമിഴ്നാടിനോ കിട്ടിയത് നോക്കണ്ടല്ലോ. കേരളത്തിന് കേന്ദ്രം എന്ത് നൽകി? നമുക്ക് SDRF-ന് സംസാരിക്കാം. SDRF വയനാടിന് വേണ്ടി മാത്രമുള്ളതാണ്. SDRF ഇവിടെ നടക്കുന്ന സകലമാന ദുരിതത്തിലും ഉപയോഗിക്കാൻ വേണ്ടിയുള്ള അലോക്കേഷനാണ്. അത് ഏതിനൊക്കെ ഓൾറെഡി ചെലവാക്കി കഴിഞ്ഞു, ഏതിനൊക്കെ ഓൾറെഡി കമ്മിറ്റഡ് ആണെന്ന് ഹൈക്കോടതിയിൽ ഈ സർക്കാർ എഴുതി കൊടുത്തിട്ടുണ്ട്. അതിന് കണക്കുണ്ട് സാർ. ആകെ 50 കോടി രൂപ മാത്രമേ അതിനകത്ത് ബാക്കിയുള്ളൂ. 50 കോടിയാണ് ബാക്കിയുള്ളത്. ബാക്കിയുള്ളതെല്ലാം കമ്മിറ്റ് ചെയ്ത് കഴിഞ്ഞു എന്ന് ഹൈക്കോടതിയെ ഈ സർക്കാർ ഉത്തരവാദിത്തോടെ അറിയിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതിനൊക്കെ കണക്കുണ്ട്. 68 കോടി രൂപയാണ് ചെലവാക്കിയത് സാർ. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾക്ക് തമിഴ്നാടിനോടും അസമിനോടും ഒന്നും ചോദിക്കാനില്ല SDRF-ന്റെ കണക്ക്? വർഷാവർഷം അനുഷ്ഠാനം പോലെ കിട്ടുന്ന കാശുണ്ടല്ലോ, അതെടുത്ത് ചെലവാക്കിക്കോ. വയനാടിന്റെ പുനരധിവാസം 2000 കോടി, ഈ 2000 കോടി ഒരു നാടിനെ വീണ്ടെടുക്കാൻ 2000 കോടി വേണ്ടിടത്ത് SDRF-ലെ അനുഷ്ഠാന ഫണ്ട് ഉണ്ടല്ലോ, എടുത്ത് ചെലവാക്കിക്കൂടെ എന്ന് ചോദിക്കാൻ ചില്ലറ വൈരാഗ്യമൊന്നും പോരാ ഈ നാടിനോട്, ഈ കേരളത്തോട്. ബാക്കി ഒരാളോട് ചോദിക്കാത്ത ഫണ്ട് എന്തിനു വേണ്ടിയിട്ടാണ്? അടിസ്ഥാന ഫണ്ട് വയനാടിന് വേണ്ടി മാത്രമല്ല സാർ. അടിസ്ഥാന ഫണ്ട് കേരളം നേരിടുന്ന സകലമായ ദുരിതങ്ങൾക്കും എതിരായി ഉപയോഗിക്കാനുള്ളതാണ്. വയനാടിന് 2000 കോടി നഷ്ടമുണ്ട്, അത് തിരിച്ചെടുക്കാൻ ഞങ്ങൾക്ക് 2000 കോടി വേണം എന്നാണ് ആവശ്യപ്പെടുന്നത്. അപ്പൊ വേറെ ആരോടും വേണ്ട റിപ്പോർട്ട്, വേറെ ആരുടെയും കണക്കും വേണ്ട, ടെക്നിക്കാലിറ്റി ഇല്ല, നിയമങ്ങൾ നോക്കണ്ട, ബാക്കി വാരിക്കോരി കൊടുക്കും. കേരളത്തിന് തരില്ല. ഇത് മനസ്സിലാക്കാൻ ശേഷിയുള്ള മനുഷ്യരാണ് ഈ കേരളത്തിലുള്ളത് എന്ന് ഓർത്തോ? മനസ്സിലാക്കാൻ ശേഷിയുള്ള പത്രം വായിക്കുന്ന മനുഷ്യർ, സകല സാമൂഹ്യ സൂചികളിലും മുന്നിലുള്ള മനുഷ്യരാണ്. ഈ വൈരാഗ്യ ബുദ്ധിയൊക്കെ മനസ്സിലാക്കും പത്രം വായിക്കുന്ന ആള് എന്നോർത്തോ? പത്രം വായിക്കുന്ന ആളുകൾ തന്നെയാണ്. വയനാട് ജില്ലാ സെക്രട്ടറി കെ റഫീഖ്, നിങ്ങൾ അടിയന്തരമായിട്ട് കുറച്ച് വായ്പ ചോദിച്ചു, അടിയന്തരമായിട്ട് വായ്പ തന്നു. പലിശ ഇല്ലാത്തത്, 50 വർഷം സമയമെടുക്കാൻ കഴിയുന്നത്, അതൊരു തരത്തിൽ സഹായധനമാണെന്ന് പറയുന്നു പ്രിന്റും കെ സുരേന്ദ്രനും. ആ സഹായധനത്തിന് നിങ്ങൾ നന്ദി പറയണ്ടേ? അല്ല, പ്രിന്റുവിനും അതുപോലെ തന്നെ BJP പ്രതിനിധികൾക്കും മാത്രമേ ഇങ്ങനെ കണ്ണിൽ ചോരയില്ലാതെ ഇക്കാര്യത്തിൽ സംസാരിക്കാൻ കഴിയുള്ളൂ. ഇവിടെ വായ്പ നൽകി എന്ന് പറഞ്ഞല്ലോ, നിങ്ങൾ നേരത്തെ ഇപ്പം അദ്ദേഹം പറഞ്ഞൊരു കാര്യത്തിൽ കൂടി പറഞ്ഞിട്ട് ഞാൻ അതിലേക്ക് വരാം. SDRF-ന്റെ ഇവിടെ വലിയ രൂപത്തിൽ അതാണല്ലോ വാദിക്കുന്നത്. SDRF-ൻ്റെത് സാധാരണഗതിയിൽ തരേണ്ട പണമാണ്, തരുന്ന പണമാണ്. അത് ഈ ദുരന്തത്തിന്റെ ഭാഗമായി തന്ന പണമല്ല. 291 കോടിയാണ് ഈ ഒരു വർഷത്തേക്ക് തരേണ്ടത്. എന്നാൽ അതേ സമയത്ത് തന്നെ SDRF-ൽ തന്നെയുള്ള വിവേചനം നമ്മൾ മനസ്സിലാക്കണം. കേരളത്തോടുള്ള വിവേചനം. ആന്ധ്രക്ക് 1036, മഹാരാഷ്ട്രയ്ക്ക് 2984, രാജസ്ഥാന് 1372, UP-ക്ക് 1191. ഇങ്ങനെ വിവിധ സംസ്ഥാനങ്ങൾക്ക് അത്രയും കൊടുക്കുമ്പോഴാണ് ഈ 290 തന്നെ തരുന്നത്. പക്ഷേ SDRF-ന് കൃത്യമായ മാനദണ്ഡമുണ്ട്.
ഈ ദുരന്തത്തിന് വേണ്ടി വിനിയോഗിക്കാനുള്ള പണമല്ല. നമുക്കെല്ലാവർക്കും അറിയാലോ, ഒരുപാട് തവണ ഈ വിഷയം ചർച്ച ചെയ്തതാണ്. നാട്ടിലെല്ലാവർക്കും അറിയാം. BJP പ്രതിനിധികൾ എത്രമാത്രം അത് പറഞ്ഞാലും ജനങ്ങൾക്ക് ബോധ്യമുണ്ട്. നമ്മൾ ആവശ്യപ്പെട്ടത് എന്താ? കേന്ദ്ര ദുരന്ത പ്രതികരണ ഫണ്ടിൽ നിന്ന് NDRF നിന്ന് പണം അനുവദിക്കാൻ വേണ്ടിയാണ്. ഒരു നയാ പൈസ ഈ 7 മാസം പിന്നീട് 7 മാസത്തോളം എത്തുമ്പോഴും ഒരു നയാ പൈസ നൽകാൻ വേണ്ടി തയ്യാറായോ? എന്നാൽ ആന്ധ്രയിൽ മരിക്കുന്ന 19 പേരാണ്, തെലുങ്കാനയിൽ മരിക്കുന്നത് 18 പേരാണ്. ആന്ധ്രയും തെലുങ്കാനയും കൂടെ മരിക്കുന്ന 37 പേരാണ്. അവിടത്തേക്ക് കൊടുത്തത് 3448 കോടിയാണ്. SDRF അല്ല, NDRF ആണ്. ത്രിപുരയ്ക്ക് കൊടുത്തത് 40 കോടിയാണ്. 7ാമത്തെ ദിവസമാണ് കൊടുത്തത്. ഇവിടെ 7 മാസം കഴിഞ്ഞിട്ടും 1 രൂപ തന്നിട്ടില്ല. ബീഹാറിന് ഇപ്പൊ പ്രഖ്യാപിച്ചത് നിങ്ങൾ പറഞ്ഞു 15,000 കോടി ബജറ്റിൽ. അതിനു മുമ്പ് 755 കോടി രൂപയാണ് NDRFന്റെ ഭാഗമായി കൊടുത്തത്. ഇങ്ങനെ വിവിധ സംസ്ഥാനങ്ങൾക്ക് വലിയ രൂപത്തെ തുക കൊടുക്കുമ്പോൾ എന്തുകൊണ്ടാണ് ഇവിടെ 300 പേരിലധികം ആളുകൾ മരിക്കുകയും എല്ലാം നഷ്ടപ്പെട്ടൊരു ജനത 300 പേരിലധികം മരിച്ചിരിക്കുന്നു, ജീവനോപാധികൾ പൂർണ്ണമായി നഷ്ടപ്പെട്ടിരിക്കുന്നു, അവരുടെ സ്ഥലവും വീടുമെല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്നു, കുഞ്ഞുങ്ങളെ നഷ്ടപ്പെട്ട അമ്മമാർ, രക്ഷിതാക്കളെ നഷ്ടപ്പെട്ട കുഞ്ഞുങ്ങൾ, ഇവരോട് അല്പം മനുഷ്യത്വം കാണിക്കണ്ടേ? ഇവിടെ നിങ്ങൾ നോക്ക്, പ്രധാനമന്ത്രി ഇങ്ങോട്ട് വന്നല്ലോ. ഇപ്പം BJPയുടെ പ്രതിനിധി പറയുന്നത് പോലെ അല്ലല്ലോ പ്രധാനമന്ത്രി വന്ന ഘട്ടത്തിൽ പറഞ്ഞത്. അദ്ദേഹം ഇവിടെ വന്നു, നെയ്സമോളെയാണ് അദ്ദേഹം എടുത്തത്. നിങ്ങളുടെ മാധ്യമം ഉൾപ്പെടെ എല്ലാ മാധ്യമങ്ങളും അദ്ദേഹം ഒരു കുഞ്ഞിനെ താലോലിക്കുന്ന ചിത്രം വലിയ രൂപത്തിൽ പ്രദർശിക്കപ്പെട്ടു. സാർവദേശീയ തലത്തിൽ തന്നെ, ഇന്റർനാഷണൽ ലെവലിൽ തന്നെ വലിയ വാർത്തയായി വന്നു. ആ നെയ്സമോളെ പ്രധാനമന്ത്രിക്ക് ഓർമ്മയുണ്ടോ? നെയ്സമോൾ എന്ന് പറഞ്ഞാൽ ആ ചൂരൽമലയുടെ ദുരന്തത്തിന്റെ ഒരു പ്രതീകമാണ്. അവിടെ നെയ്സമോളുടെ പിതാവ് ഷാജഹാൻ ദുരന്തത്തിൽ മരണപ്പെട്ടതാണ്, സഹോദരിമാർ ദുരന്തത്തിൽ മരണപ്പെട്ടതാണ്, നെയ്സമോളുടെ വല്യപ്പ മരണപ്പെട്ടതാണ്, നെയ്സമോൾക്ക് മാതാവ് മാത്രമാണുള്ളത്. അങ്ങനെ എത്രയോ കുടുംബങ്ങൾ. അവരോട് ഇത്തരത്തിലുള്ള ഇപ്പോഴും നിങ്ങൾക്കതങ്ങ് എടുത്ത് ചെലവാക്കിക്കൂടെ എന്ന് യാതൊരു മടിയുമില്ലാതെ പറയാൻ BJPക്കാർക്കല്ലാതെ മറ്റാർക്കാണ് സാധിക്കുക? അങ്ങേയറ്റം ക്രൂരമായിട്ടാണ് ഈ ചൂരൽമലയിലെ മുണ്ടക്കയിലെ ജനതയോട്, വയനാട്ടിലെ ജനതയോട് ഇവർ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതാണ് പ്രശ്നം. ഇവിടെ പിന്നെ വായ്പയുടെ കാര്യം ഇവിടെ പറഞ്ഞു. വായ്പ അല്ലല്ലോ ആവശ്യപ്പെട്ടത്. ഒരുപാട് തുക ആവശ്യപ്പെട്ടു. കൃത്യമായി പദ്ധതി ഉണ്ടാക്കി കൊടുത്തുകൊണ്ട് ആവശ്യപ്പെട്ടു. പ്രധാനമന്ത്രി വന്നപ്പോൾ ആവശ്യപ്പെട്ടു, പിന്നീട് കൊടുത്തു. പിന്നെ പോസ്റ്റ് ഡിസാസ്റ്റർ നീഡ് അസസ്മെന്റ് PDNA പ്രകാരം കൊടുത്തു. ഇതെല്ലാം കൊടുത്തു. എല്ലാം കൊടുത്തിട്ടും യാതൊരു പണവും ഇതുവരെ തന്നില്ല. ബഡ്ജറ്റിന് മുമ്പ് വീണ്ടും ആവശ്യപ്പെട്ടു 2000 കോടിയുടെ പണത്തിന്. ബഡ്ജറ്റിലും പ്രഖ്യാപിച്ചില്ല. ബീഹാറിന് വാരിക്കോരി രാഷ്ട്രീയ താല്പര്യത്തിന് വേണ്ടി കൊടുത്തല്ലോ. മറ്റു പല സംസ്ഥാനത്തിനും കൊടുത്തല്ലോ. രാഷ്ട്രീയ അധികാരം നിലനിർത്താൻ വേണ്ടി BJP കൊടുത്തല്ലോ. മനുഷ്യരായി പോലും പരിഗണിക്കാത്ത നിലപാടല്ലേ കേന്ദ്ര ഗവൺമെന്റ് ഈ കാര്യത്തിൽ സ്വീകരിച്ചത്? എന്നിട്ട് ഇപ്പൊ വായ്പയെ കുറിച്ച് പറയുന്നു. വായ്പ നിങ്ങൾ നോക്ക്, ഇത് നമുക്കൊന്ന് പരിശോധിക്കാലോ. വായ്പയിൽ പറയുന്ന കാര്യം എന്താ? പൊതു കെട്ടിടങ്ങളുടെ നിർമ്മാണത്തിനാണ് 111 കോടി രൂപ, റോഡ് നിർമ്മാണത്തിനാണ് 87 കോടി രൂപ, പുന്നപ്പുഴ നദിയിൽ 8 കിലോമീറ്റർ ഭാഗത്ത് ഒഴുക്ക് ക്രമീകരിക്കാനാണ് 65 കോടി രൂപ, അഗ്നിശമന നിലയം പണിയാനാണ് 21 കോടി രൂപ, മുട്ടിൽ മേപ്പാടി റോഡ് നവീകരണത്തിന് 60 കോടി രൂപ. ഇങ്ങനെയുള്ള 16 പദ്ധതികൾക്കാണ് ഈ പണം വായ്പ തന്നെ നൽകുമെന്ന് പറയുന്നത്. മാർച്ച് 31-നകം ഇത് ചെലവഴിച്ചതിന്റെ സർട്ടിഫിക്കറ്റ് കൊടുക്കണം, യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റ് കൊടുക്കണം എന്ന് പറഞ്ഞാൽ 45 ദിവസം കൊണ്ടാണ് ഞാൻ ഈ വായിച്ച ബിൽഡിങ്ങും റോഡും കാര്യങ്ങളും ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടി ആർക്കാണ് സാധിക്കില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണല്ലോ അതിനുവേണ്ടിയുള്ള ശ്രമം നമ്മൾ പരമാവധി നടത്തും. ഗവൺമെന്റ് ഇന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്, സാധ്യമാവുന്ന എല്ലാ ഇടപെടലും നടത്തും. പക്ഷേ നമുക്ക് യാഥാർത്ഥ്യബോധത്തോട് BJPയുടെ പ്രതിനിധി ഒന്നും ഉണ്ടായിരിക്കണം. ഞാൻ പറയട്ടെ, നിങ്ങൾ അസഹിഷ്ണുതപ്പെട്ടിട്ട് കാര്യമില്ല. ഈ താല്പര്യം നിങ്ങൾ കേരളത്തിന് വേണ്ടി നിങ്ങൾ ഗവൺമെന്റിൽ സമ്മർദ്ദം ചെലുത്തിയിട്ട് ഒരു നയാ പൈസയും വാങ്ങിക്കൊടുക്കാൻ കാണിക്കൂ. ഈ കേരളത്തോട് വല്ല താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ സംസാരിക്കുമ്പോൾ നിങ്ങൾ ഈ കേരളത്തോട് യാതൊരു പ്രതിബദ്ധതയുമില്ലാതെ ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയാത്ത ദുരന്തബാധിതരോട് യുദ്ധം പ്രഖ്യാപിച്ചുകൊണ്ട് നിങ്ങൾ സംസാരിക്കുമ്പോൾ പോലും ഞാൻ അതിൽ പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. നിങ്ങൾ സംസാരിക്കട്ടെ എന്ന് ഓർത്താണ്. ജനങ്ങൾ കാണുന്നുണ്ടല്ലോ. ഇവിടെ ഈ കാര്യത്തിൽ ഇത്ര ദിവസം കൊണ്ട് മാർച്ച് 31 നിബന്ധന ആര് വെച്ചു? നിബന്ധന വെച്ചുകൊണ്ടാണല്ലോ പണം തന്നിരിക്കുന്നത്. നിബന്ധന വെച്ചുകൊണ്ട് പണം തരുമ്പോൾ ഇത് യാഥാർത്ഥ്യമാകില്ല എന്ന് കൃത്യമായി അറിയാലോ. ഈ രൂപത്തിൽ ജനങ്ങളുടെ കണ്ണിൽ പൊടിയാൻ ഉള്ള നീക്കമാണ് ഇവിടെ നടത്തുന്നത്. വലിയ പ്രതിഷേധം പോയ കേന്ദ്രത്തിനെതിരെ ഉയർന്നു വരുന്നു. ഇപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, നെയ്സമോൾ ഉൾപ്പെടെ ഡൽഹിയിലേക്ക് പോകാൻ 24-25 തീയതികളിൽ നെയ്സമോളുടെ മാതാവ് പങ്കെടുത്തുകൊണ്ട് വരികയാണ് ഡൽഹിയിലേക്ക്. പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുമ്പിൽ LDFന് നേതൃത്വം നടത്തുന്ന സമരം, അതിൽ പങ്കാളികളാവുകയാണ് ദുരന്തബാധിതർ. 24-25 തീയതികളിൽ ഡൽഹിയിൽ സമരം നടത്തുകയാണ്. വലിയ പ്രതിഷേധം ഉയർന്നു വരികയാണ്. ജനങ്ങളുടെ പ്രതിഷേധമായി ഉയർന്നു വരും. ഒരു തരത്തിലും ഇപ്പം ഇവിടെ പറഞ്ഞ BJPയുടെ പ്രതിനിധി മറ്റൊരു കാര്യം കൂടെ പറയട്ടെ. പണത്തെക്കുറിച്ച് കൂടെ പറയുമ്പോൾ എന്ത് കാര്യമാണ് ഇവർ ചെയ്തത്? 3 കാര്യങ്ങൾ കേരളത്തിലെ ഗവൺമെന്റ് ആവശ്യപ്പെട്ടു ആദ്യഘട്ടം മുതൽ. ഒന്ന്,
പണം അനുവദിക്കണമെന്നതാണ്. 2000 കോടി അനുവദിക്കണമെന്നതാണ്. അനുവദിച്ചില്ല. അത് NDRFന്റെ ഭാഗമായി അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടു. അനുവദിച്ചില്ല. ഒരു നയാ പൈസ തന്നില്ല. ഒന്ന്. രണ്ടാമത്തെ കാര്യമായി നമ്മൾ ആവശ്യപ്പെട്ടതാണല്ലോ, കേരളത്തിലെ ഗവൺമെന്റ് എന്ന നിലയിൽ കേരള ബാങ്ക് ഒരു മാതൃക കാണിച്ചു. ആ ദുരന്ത ബാധിതരുടെ കടം എഴുതിത്തള്ളിക്കൊണ്ട് മാതൃക കാണിച്ചുകൊണ്ട് കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടു. ദുരന്ത നിവാരണ നിയമം സെക്ഷൻ 13 പ്രകാരം ഒരു ഉത്തരവിറക്കിയാൽ ദേശസാൽകൃത ബാങ്കുകളുടെ കടങ്ങൾ, ബാങ്കുകളിലുള്ള ഇവരുടെ ദുരന്തബാധിത കടം എഴുതിത്തള്ളാൻ വേണ്ടി പറ്റും. തയ്യാറായോ ഒരു ഉത്തരവിറക്കാൻ? കേന്ദ്രത്തിന് സാധിക്കുന്ന കാര്യമല്ലേ ഉള്ളൂ. ഖജനാവിന് വലിയ പണം നഷ്ടം വരുന്ന കാര്യമല്ലല്ലോ. ഈ ദുരന്തബാധിതർക്ക് വേണ്ടി പറഞ്ഞപ്പോൾ തയ്യാറായോ? പിന്നെ നമ്മൾ ആവശ്യപ്പെട്ട കാര്യം എന്താ? ആദ്യഘട്ടം തീവ്ര സ്വഭാവമുള്ള ദുരന്തമായി പ്രഖ്യാപിക്കണം. ആദ്യഘട്ടത്തിൽ തയ്യാറായോ? ഏറ്റവും ഒടുവിൽ ഈ ദുരന്തത്തിന്റെ വാർത്തകളും മറ്റു കാര്യങ്ങളും എല്ലാം കുറഞ്ഞു വന്ന ഘട്ടത്തിൽ ആണല്ലോ ഇത് പ്രഖ്യാപിക്കുന്നത്. വലിയ പ്രതിഷേധങ്ങൾ ഉയർന്നു വന്നപ്പോഴാണല്ലോ പ്രഖ്യാപിക്കുന്നത്. ആദ്യഘട്ടത്തിൽ പ്രഖ്യാപിച്ചിരുന്നുവെങ്കിൽ രാജ്യത്തെ MP-മാർക്ക് അവരുടെ MP ഫണ്ടിൽ നിന്ന്, ഖജനാവിന് വേറെ പണം നഷ്ടമൊന്നും വരുന്നില്ല, MP ഫണ്ടിൽ നിന്ന് 1 കോടി രൂപ വരെ ദുരന്തത്തിലെ ആളുകളെ സഹായിക്കാൻ മാറ്റിവെക്കാൻ വേണ്ടി കഴിയുമായിരുന്നു. പക്ഷെ അതിന് തയ്യാറായോ? ഒന്നിനും തയ്യാറായില്ല. അങ്ങേയറ്റം ജനങ്ങളായി പോലും കാണാത്ത, പൗരന്മാരായി പോലും കാണാത്ത നിലയിലുള്ള നിലപാടാണ് ദുരന്തബാധിതരോട്. കേരളത്തെ പൗരന്മാരായി പോലും കാണാത്ത അങ്ങേയറ്റം വിദ്വേഷം നിറഞ്ഞ നിലപാട് കേരളത്തോട് സ്വീകരിക്കുന്നു എന്നാണ് സർക്കാരിന്റെ പൊതുവായ നിലപാട്. ഇങ്ങനെയല്ല പണം തരേണ്ടതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ന് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. നിജേഷ് അരവിന്ദ്, കോൺഗ്രസ് നേതാവ്. നിജേഷ്, കേരളത്തോട് സാമ്പത്തിക കാര്യത്തിൽ കടുത്ത ശത്രുതാ മനോഭാവം വെച്ചു പുലർത്തുന്നു കേന്ദ്രം, നമ്മളെ ഞെരുക്കാനാണ് എല്ലാ അർത്ഥത്തിലും ശ്രമിക്കുന്നത് എന്ന പോയിന്റ് എത്ര കാലമായി ഇവിടുത്തെ LDF സർക്കാർ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന ഒന്നാണ്. പലപ്പോഴും നിങ്ങൾ അതിനകത്ത് പലതരത്തിലുള്ള വിരുദ്ധ സമീപനങ്ങൾ സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. കേരളത്തിൻ്റെ ഇറുക്കത്തിൻ്റെ കാരണം കേന്ദ്ര സർക്കാർ പണം തരാത്തത് മാത്രമല്ല, ഇവിടുത്തെ പ്രശ്നങ്ങളുണ്ട് എന്നുള്ള നിലപാട് നിങ്ങൾക്കുണ്ടായിരുന്നു. ഒരുമിച്ചുള്ള സമരത്തിന് ഒരു കാലത്തും ഇല്ല എന്ന് നിങ്ങൾ പ്രഖ്യാപിക്കുകയും ചെയ്തു സമീപ ദിവസങ്ങളിൽ. സത്യത്തിൽ കേരളത്തെ സാമ്പത്തികമായി ഞെരുക്കുക, കേരളത്തിൻ്റെ അഡ്മിനിസ്ട്രേഷനെ ശ്വാസം മുട്ടിക്കുക എന്ന നയസമീപനത്തിലാണ് കേന്ദ്രം പോകുന്നത് എന്ന് ഇപ്പോൾ ഉറപ്പാവുന്നില്ലേ നിജേഷ്? ഈ വിഷയത്തിൽ കോൺഗ്രസിന് വളരെ വ്യക്തമായ അഭിപ്രായമുണ്ട്. കേന്ദ്ര ഗവൺമെൻറ്റും BJPയും കാണിക്കുന്ന സമീപനത്തിന് എതിരെ ഏതറ്റം വരെ ഏത് സാഹചര്യത്തിലും പോരാടാൻ കോൺഗ്രസ് തയ്യാറാണ് എന്ന് കോൺഗ്രസിൻ്റെ അധ്യക്ഷനും പ്രതിപക്ഷ നേതാവും പ്രഖ്യാപിച്ചിട്ടുണ്ട്. അല്ലാത്ത ഒരു കാര്യവും ഒരു ഐക്യവും ഇല്ലായ്മയും ഇതിലില്ല. പിന്നെ BJPയുടെ പ്രതിയുടെ ഒരു പ്രതികരണം കണ്ടപ്പോൾ പണ്ട് നമ്മൾ സ്കൂൾ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിട്ടുണ്ട് ഷൈലോക്കിൻ്റെ കഥ. നിങ്ങൾക്ക് ഹൃദയം തരാം, പക്ഷേ ഒരു തുള്ളി രക്തവും പുറത്ത് വരരുത്. എങ്ങനെയാണ് പ്രിൻറ്റു മഹാദേവ് ഈ 45 ദിവസം കൊണ്ട് ഈ 300 കോടി രൂപ ചിലവാക്കുക? നമ്മൾ ആ പൈസ എടുത്ത് നിങ്ങൾക്ക് എവിടെ നിന്ന് സംഘടിപ്പിച്ചു തരാം, നിങ്ങളിതൊന്ന് ചിലവാക്കി യൂട്ടിലിറ്റി സർട്ടിഫിക്കറ്റ് കൊടുക്കുമോ? ഇങ്ങനെയൊക്കെ ഒരു സമീപനം. ഇന്ന് വൈകുന്നേരത്ത് ഒന്നും വേണ്ട, നിങ്ങളിവിടെ വന്ന് പറയാം പ്രിൻറ്റു മഹാദേവ് ഇന്ന് വന്ന ഉത്തരവിൽ ഈ 500 കോടി ഞങ്ങൾ തന്നു കഴിഞ്ഞു, തൽക്കാലം തരുന്നു. അതിന് ഈ മാർച്ച് 31 എന്ന പരിധി എടുത്തു മാറ്റാനുള്ള ശ്രമം BJP നടത്തും എന്ന് പറഞ്ഞാൽ കേൾക്കാൻ എന്തൊരു സുഖം ഉണ്ടായിരുന്നു. BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ വന്നിട്ട് 50 കൊല്ലം കഴിഞ്ഞാൽ ഞങ്ങളെന്തോ ആക്കും എന്ന് പറഞ്ഞാൽ ഈ ഇരിക്കുന്ന 4 പേരും സുരേന്ദ്രൻ ഉൾപ്പെടെ ഇന്ന് പ്രതികരിച്ച് ആരെങ്കിലും 50 കൊല്ലത്തിനപ്പുറത്ത് ഉണ്ടാവും എന്തെങ്കിലും ഉറപ്പുണ്ട്? അപ്പോൾ വെറുതെ വിടുവായത്തും പറയാതെ ഞങ്ങൾ ശ്രമിക്കാം, ഞങ്ങൾക്ക് 2 കേന്ദ്രമന്ത്രിമാരുണ്ട്, ഒരു MP ഉണ്ട്, പഴയതുപോലെയല്ല, ഞങ്ങളും കേന്ദ്രവുമായിട്ട് ബന്ധമുണ്ട് എന്ന് നിങ്ങൾ പറഞ്ഞാൽ നിങ്ങളുടെ ആത്മാർത്ഥയെങ്കിലും ഞങ്ങൾക്ക് സ്വീകരിക്കാൻ പറ്റുന്നു. നിങ്ങൾ ഇന്ന് BJPയുടെ കേന്ദ്ര നേതൃത്വത്തിനേക്കാൾ വലിയ കേരള വിരുദ്ധരായിക്കൊണ്ട് നിങ്ങൾ മാറുക. എന്തൊരു കഷ്ടം! ഇത് കേൾക്കുന്ന BJPക്കാരനില്ലേ ഈ ഉണ്ടക്കൈ ദുരന്തത്തിനെ ഹൃദയത്തിലേറ്റി എങ്ങനെയെങ്കിലും ഒരു പരിഹാരം ഉണ്ടാവണമെന്ന് ആഗ്രഹിച്ച സംഘപരിവാറുകാരനില്ലേ ഇതിനകത്ത്? സ്വാഭാവികമായിട്ട് അവരോട് പോലുമുള്ള നിങ്ങളുടെ വെല്ലുവിളിയല്ലേ? നിങ്ങൾക്ക് എന്തുകൊണ്ട് ഒരു പൊതു പ്ലാറ്റ്ഫോമിൽ വന്നുകൊണ്ട് ഇതൊരു കേരളത്തിൻ്റെ പ്രശ്നമാണ്, സാധാരണക്കാരൻ്റെ പ്രശ്നമാണ്, ജനങ്ങളുടെ പ്രശ്നമാണ് എന്ന് സാങ്കേതിക പറയുന്നതിനപ്പുറത്ത് പറയാൻ സാധിക്കുന്നില്ല? നിങ്ങൾക്കുള്ളിൽ ഒരു മനുഷ്യത്വമില്ലേ? ഒരു ചെറിയ സമീപനമില്ലേ? ഞങ്ങൾ അതേ ചോദിക്കുന്നുള്ളൂ. ബാക്കിയല്ലേ, നമ്മൾ രാഷ്ട്രീയത്തിൻ്റെ പേരിൽ നമ്മളൊക്കെ ഏറ്റുമുട്ടാറുണ്ട്. പക്ഷേ ഇതൊരു പൊതുവിഷയമല്ലേ? ഒരു നാട് ഇപ്പം നിങ്ങൾ വെച്ചിരിക്കുന്ന പദ്ധതി നോക്ക്, ടൗൺഷിപ്പിനെ പറ്റി, പാലത്തിനെ പറ്റി, റോഡിനെ പറ്റി, വീടിനെ പറ്റി ഒക്കെ പറയുന്ന സമയത്ത് അവിടെയുള്ള കുടുംബത്തിൻ്റെ ഒരു അവസ്ഥ, അവിടെ പൂർണ്ണമായ കുടുംബമില്ല, മകളുള്ളിടത്ത് അച്ഛനില്ല, അമ്മയില്ല, അച്ഛനുള്ളിടത്ത് അമ്മയില്ല, അമ്മയുള്ളിടത്ത് വല്യമ്മയില്ല എന്ന് പറയുന്ന ഒറ്റപ്പെട്ടു പോയ സാഹചര്യം. അവർക്ക് വീടില്ല, അവർക്ക് സ്ഥലമില്ല, അവർക്ക് സ്കൂളില്ല, അവർക്ക് ഒന്നുമില്ല. നമ്മളെപ്പോലെ തന്നെയല്ലേ പ്രിൻറ്റുവിൻ്റെ നാട്ടിലോ എൻ്റെ നാട്ടിലോ ആണ് ഈ ദുരന്തം വന്നത് എങ്കിൽ നമ്മളും ഇന്നലെ വരെ എല്ലാം ഉണ്ടായിരുന്ന ആളുകൾ നമ്മളും ഇന്ന് ദുരിതബാധിതരാകുമായിരുന്നു. എന്തുകൊണ്ട് നമ്മളെപ്പോലെ ഒരാളാണ് അവർ എന്ന് കണക്കാക്കാൻ ഭാരതീയ ജനതാ പാർട്ടിക്ക് കഴിയുന്നില്ല? ഞങ്ങൾ അതാ ചോദിക്കുന്നത്. ആന്ധ്രയിലും ബീഹാറിലും നിങ്ങൾ കാണിക്കുന്ന, തമിഴ്നാട്ടിൽ നിങ്ങൾ കാണിക്കുന്ന, നിങ്ങൾ ചൂണ്ടയിടുന്ന ഇടങ്ങളിൽ
കാണിക്കുന്ന ഒരു സമീപനം എന്തുകൊണ്ട് കേരളത്തിൽ കാണിക്കുന്നില്ല? നിങ്ങൾ ഷൈലോക്കിന്റെ പലിശക്കാരന്റെ മനോഭാവമായിട്ട് ഈ വായ്പ തരാൻ വേണ്ടി വരുമ്പോൾ നിങ്ങൾക്കൊരു പ്രതിബദ്ധതയുമില്ലേ? നിങ്ങൾ വീണ്ടും വീണ്ടും കൈ ഉയർത്തിക്കൊണ്ട് ഇതിനെ ന്യായീകരിക്കാൻ പറയുമ്പോൾ SDRFന്റെ സാങ്കേതിക വിദ്യ പറയുന്ന സമയത്ത് ഇപ്പുറത്ത് എന്തുകൊണ്ട് നിങ്ങൾക്ക് ദരിദ്രനായി പോയ ഈ സാധാരണക്കാരന്റെ മുഖം കാണാൻ കഴിയുന്നില്ല? ഇത്ര ചോദ്യമാണ് നിങ്ങളോട് ചോദിക്കാനുള്ളത്. ദയവ് ചെയ്ത് ഞാൻ അഭ്യർത്ഥിക്കണം, BJP കാരോട് സാധാരണയിൽ അഭ്യർത്ഥിക്കാറില്ല, പക്ഷെ അഭ്യർത്ഥിക്കുകയാണ്, നിങ്ങൾ ഇനിയെങ്കിലും ഒരു മലയാളിയായി മാറും, ഒരു കേരളക്കാരനായി മാറും, ഒരു മനുഷ്യനായി മാറിക്കൊണ്ട് അതിനൊരു പരിഹാരം ഉണ്ടാക്കാൻ നിങ്ങൾ ഒരു സ്റ്റെപ്പ് ചെയ്താൽ, ഒരു സ്റ്റെപ്പ് എടുത്താൽ നിങ്ങൾക്ക് ഇന്നുള്ള ബന്ധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്കുള്ള BJPയുടെ ബന്ധം, സുരേഷ് ഗോപിയുടെ ബന്ധം, ജോർജ് കുര്യന്റെ ബന്ധം, ശ്രീധരൻപിള്ളയുടെ ബന്ധം, അങ്ങനെയുള്ള ഡൽഹിയുമായി അടുത്ത ബന്ധം, മുരളീധരന്റെ ബന്ധം, ആ ബന്ധം ഉപയോഗിച്ചുകൊണ്ട് കേരളത്തിന് ₹1 നിങ്ങൾ വാങ്ങി തന്നാൽ നിങ്ങളെ ഞങ്ങൾ അംഗീകരിക്കാം. അല്ലാതെ കേന്ദ്രം വരുന്നതിനെ ന്യായീകരിക്കാൻ വേണ്ടി വൈകുന്നേരം ഈ ചാനൽ മുറിയിൽ വന്നിരുന്ന് കേരളത്തിലെ ജനങ്ങളെ വെല്ലുവിളിക്കുന്ന ഈ സമീപനത്തിനോട് ഒരു ചോദ്യം ഞാൻ കുറച്ചുകൂടെ അപ്പുറത്തേക്ക് കടന്നാണ് ചോദിച്ചത്. കേന്ദ്ര സർക്കാരിന് നമ്മളോട് സാമ്പത്തിക കാര്യത്തിൽ പ്രത്യേക സമീപനമുണ്ട്, നമ്മൾ അങ്ങനെ പണം അങ്ങനെ കാര്യമായി കയ്യിൽ വെക്കേണ്ടവരല്ല എന്ന സമീപനത്തെ മുൻനിർത്തിക്കൊണ്ട് നമ്മുടെ വായ്പയെടുക്കൽ, നമുക്ക് വിടുന്ന ഫണ്ട് ഫ്ലോ സകലത്തിനകത്തും എത്രയോ കാലമായി ഗവൺമെന്റ് ഇടപെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ നന്നായി ബുദ്ധിമുട്ടുന്നുണ്ടെന്ന് കാണാം. അപ്പോൾ അത് നിങ്ങൾ അതിനെ കുറച്ച് സീരിയസ് ആയി എടുക്കുന്നുണ്ട്. ഇപ്പം നാളെ ഒരുപക്ഷെ നിങ്ങളുടെ സർക്കാർ അധികാരത്തിൽ വന്നേക്കാം. അപ്പോൾ കേരളത്തെ ഇങ്ങനെ സാമ്പത്തിക സ്വാതന്ത്ര്യം ഇല്ലാതാക്കി അതിനെ പിടിച്ചു ഞെരുക്കുന്ന ഒരു നിലപാട് കേന്ദ്രം സ്വീകരിക്കുകയാണ്. അതിനെതിരെ സംഘടിതമെങ്കിൽ സംഘടിതമായി ഉച്ചത്തിൽ ശബ്ദമുയർത്തേണ്ടതുണ്ട് എന്ന പോയിന്റിലേക്ക് നിങ്ങൾ ഇപ്പോഴും എത്തിയിട്ടില്ല. ഒരു സംശയവും വേണ്ട, കേന്ദ്ര ഗവൺമെന്റിന്റെ ഈ നയത്തിനെതിരെ ഞങ്ങൾക്ക് 100% പ്രതിഷേധമുണ്ട്. ഇന്ന് തന്നെ പറഞ്ഞു, പ്രത്യക്ഷ സമര പരിപാടിയുമായി മുന്നോട്ട് പോകും എന്നാണ് പറയുന്നത്. അത് കേന്ദ്ര ഗവൺമെന്റ് BJP ഇതര സർക്കാരുകളോട് കാണിക്കുന്ന സമീപനം നമ്മൾക്കെല്ലാം അറിയാവുന്നതാണ്. പക്ഷേ കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളിലേക്ക് വരുന്ന സമയത്ത് ചില സ്ഥലത്ത് യോജിക്കാൻ കഴിയാത്ത സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഞാനിവിടെ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ അത് ചർച്ചയാക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ആത്മാർത്ഥമായിട്ടുള്ള സമീപനമാണ് ഗവൺമെന്റ് ഭാഗത്തുണ്ടാകുന്നതെങ്കിൽ, പ്രത്യേകിച്ച് വയനാട് പുനരധിവാസത്തിന്റെ കാര്യത്തിൽ ഉണ്ടാകുന്നതെങ്കിൽ ഒരു സംശയമില്ല, കൈ നീട്ടിക്കൊടുക്കാൻ കോൺഗ്രസ് തയ്യാറാണ്, പ്രതിപക്ഷം തയ്യാറാണ്. പ്രിൻറ്റു മഹാദേവ് 45 ദിവസം കൊണ്ട് 530 കോടി രൂപ ചെലവാക്കിയതിൻ്റെ റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന വിചിത്രമായ നിർദ്ദേശം കൂടി ഈ വൈകിത്തന്ന വായ്പയുടെ കൂടെ നിങ്ങൾ വെച്ചിട്ടുണ്ട്. നടപ്പിലാക്കാൻ സാധാരണ നിലയ്ക്ക് ഒരു സർക്കാർ സംവിധാനത്തിൽ പ്രയാസമുള്ള ഒരു ഉപാധി വെച്ചുകൊണ്ട്, ഉപാധി ലംഘിച്ചത് കൊണ്ട് ഞങ്ങൾ അതും ലാപ്സാവുന്നു, അതും പിൻവലിക്കുന്നു എന്ന് പ്രഖ്യാപിക്കാനുള്ള ഒരു കെണി വെച്ചിരിക്കുകയാണോ പ്രിൻറ്റു? അല്ല നിസാൻ സാർ, ഇതിനകത്ത് വേണമെങ്കിൽ അങ്ങ് പറഞ്ഞതുപോലെ തന്നെ, ഇപ്പോൾ നിജേഷ് പറഞ്ഞതുപോലെ തന്നെ, ഈ വായ്പയുടെ സമയ കാലാവധിയുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ടുള്ള ഇടപെടൽ നടത്തിക്കൊണ്ട് സമയം നമുക്ക് നീട്ടിക്കൊടുക്കാൻ കേന്ദ്ര സർക്കാരിൽ സമ്മർദ്ദം ചെലുത്താൻ സാധിക്കും. അത് ന്യായമായൊരു കാര്യമാണ്. അതുമായിട്ട് BJP സംസ്ഥാന നേതൃത്വം മുന്നോട്ട് പോകും, അതിലൊരു സംശയം വേണ്ട. പക്ഷേ ഇതിനകത്തുള്ളൊരു ചതി നിങ്ങൾ മനസ്സിലാക്കണം. ഈ നടപ്പ് സാമ്പത്തിക വർഷത്തിൽ കേന്ദ്ര സർക്കാരിൽ നിന്ന് ലഭിക്കേണ്ട പണമാണ്. സ്വാഭാവികമായിട്ട് നമുക്കറിയാലോ, ഈ ഏപ്രിൽ മാസത്തിനകം അത് പൂർത്തീകരിക്കേണ്ടതുണ്ട്. ഈ പറയുന്ന സംസ്ഥാന സർക്കാർ പ്രൊപ്പോസൽ സമർപ്പിച്ചിരിക്കുന്നത് പാലത്തിൻ്റെ, റോഡിൻ്റെ പേരിൽ. സാർ, ഏത് ദിവസമാണത് കൊടുത്തിട്ടുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. ഈ പറയുന്ന ഈ 4-ാം തീയതിയാണ് കൊടുത്തത്, ഈ മാസം 4-ാം തീയതിയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിനകത്ത് ഈ സംസ്ഥാന സർക്കാരിൻ്റെ ഉദ്ദേശശുദ്ധി നിങ്ങൾ മനസ്സിലാക്കണം. ഏത് നടപ്പ് സാമ്പത്തിക വർഷത്തിലെ പണം കിട്ടാൻ വേണ്ടി ഇത് സത്യത്തിൽ ഇത് സ്വാഭാവികമായിട്ട് ഇത് മേടിച്ചെടുക്കാമായിരുന്നു. എങ്ങനെ മേടിച്ചെടുക്കാമായിരുന്നു? ഈ മുഖ്യമന്ത്രി ദുരിതാശ്വാസ നിധിയിൽ വന്ന പണം ഉപയോഗിച്ചുകൊണ്ട് ഇതിലൊക്കെ ബദലായിട്ട് ഈ സംവിധാനങ്ങളൊക്കെ ചെയ്തിരുന്നെങ്കിൽ നിശേഷം ഈ ഫണ്ടുകൾ സംസ്ഥാന സർക്കാരിന് രൂപീകരിക്കാമായിരുന്നു. പിന്നെ നേരത്തെ റഫീഖ് പറഞ്ഞല്ലോ, NDR ഫണ്ട് കേന്ദ്ര സർക്കാർ തന്നില്ല. റഫീഖെ, നിങ്ങളുടെ 9 വർഷത്തെ കേന്ദ്ര സർക്കാർ നൽകിയിട്ട് NDR ഫണ്ട് നിങ്ങൾ പരിശോധിക്കുക. 5041 കോടി രൂപയാണ് നൽകിയിട്ടുള്ളത്. 5041 കോടി രൂപ. അതിൻ്റെ സോഷ്യൽ ഓഡിറ്റിംഗ്, ആ പണം നിങ്ങൾ എന്തിന് ചെലവഴിച്ചതിൻ്റെ ഒരു സോഷ്യൽ ഓഡിറ്റിംഗ് നിങ്ങൾ ഇവിടെ നടത്തിയിട്ടുണ്ടോ? ഇവിടെ ഓഗി വന്നു, നിങ്ങൾ അതുപോലെ പ്രളയം വന്നു. ഈ പ്രളയവുമായി ബന്ധപ്പെട്ട് നടക്കിയിട്ട് കേരളത്തിൽ വന്നിട്ടുള്ള സാമ്പത്തിക സഹായം, കേരളത്തിന് കേന്ദ്ര സർക്കാർ നൽകിയ സഹായം, നിങ്ങളുടെ സംസ്ഥാന സർക്കാർ ചെലവാക്കിയിട്ടുള്ള പണം, അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു കണക്ക് ഇതുവരെ അവതരിപ്പിക്കപ്പെട്ടിട്ടുണ്ടോ? ഇത് അവിശ്വാസമുണ്ട് സാർ നിങ്ങൾക്ക്. നിങ്ങൾ ഓഗിയിൽ പണം അടിച്ചു മാറ്റി, നിങ്ങൾ പ്രളയത്തിൽ അടിച്ചു മാറ്റി, ഈ വയനാട് ദുരന്തത്തിൽ വയനാട് ദുരന്തത്തിന്റെ പേരിലും ഒരു രൂപ ഒരു സംശയം വക മാറ്റാനോ ഫണ്ട് വക മാറ്റാനോ ഞങ്ങൾ അനുവദിക്കില്ല. 530 കോടി രൂപ വായ്പയ്ക്ക് 45 ദിവസം കൊണ്ട് ചെലവാക്കണമെന്ന വ്യവസ്ഥ വെച്ചത് അന്യായമാണ് എന്ന കാര്യം പ്രിന്റും സമ്മതിക്കുന്നുണ്ടല്ലേ? അല്ല സാർ, അത് അന്യായമല്ല സാർ. അത് എങ്ങനെയാണ് അന്യായമാവുക സാർ? നമ്മുടെ നടപ്പ് സാമ്പത്തിക വർഷത്തിൽ പണം അത് വ്യവസ്ഥ അല്ല, അത് സമ്മർദ്ദം ചെലുത്തും. പക്ഷേ മനസ്സിലാക്കേണ്ടത് നോക്കൂ, ഇലക്ഷൻ ഞാൻ പറയാം. നിഷാന്ത് സാർ ഒന്ന് പറയട്ടെ, എന്നെ പറയാനൊന്ന് അനുവദിക്കൂ. നിങ്ങൾ 3 പേരുണ്ട്, എന്നെ പറയാൻ അനുവദിക്കൂ. നിങ്ങൾ ഈ ഇലക്ഷന് മുമ്പ്
ഞാനൊന്ന് പറയട്ടെ. ഇലക്ഷന് മുമ്പ് നോക്കൂ, കൃത്യമായിട്ട് മെമ്മറാണ്ടം സമർപ്പിക്കാതെ നമ്മൾ നടന്ന 2 ഉപതെരഞ്ഞെടുപ്പിനകത്ത് കേന്ദ്ര സർക്കാരിനെ ഏതൊക്കെ രീതിയിൽ സമ്മർദ്ദത്തിലാക്കാനുള്ള ശ്രമമാണ് ഇവരുടെ പാർട്ടി നടത്തിയെന്ന് നമുക്കറിയാമല്ലോ. അതിനുശേഷം നിങ്ങൾ നോക്കൂ, പിന്നീടാണ് മനസ്സിലാക്കിയത് കൃത്യമായി കേന്ദ്രത്തിൽ നിന്ന് യാതൊരു തരത്തിലുള്ള പുനരധിവാസവുമായി ബന്ധപ്പെട്ട് യാതൊരു നടപടിക്രമങ്ങളുമായിട്ട് സംസ്ഥാന സർക്കാർ പോയിട്ടുണ്ടായിരുന്നില്ല. കൃത്യമായിട്ട് ഇവർ ശവം ദഹിപ്പിച്ചതിന്റെ കണക്ക്, ഈ മറ്റേ ബിസ്ക്കറ്റ് മേടിച്ചതൊരു കണക്ക്, ബ്രെഡ് മേടിച്ചതൊരു കണക്ക് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവിടെ പ്രളയ ദുരന്ത താങ്കൾ ഈ വിഷയത്തിൽ ശരിക്കും പഠിച്ചിട്ടുണ്ടോ? ഞാൻ ചോദിക്കുന്നത്, തമിഴ്നാടിനും ആന്ധ്രയ്ക്കും ത്രിപുരയ്ക്കും ഒക്കെ പ്രളയ സമയത്ത് പണം കൊടുത്തത് അവർക്ക് ഈ പറയുന്ന പോസ്റ്റ് ഡിസാസ്റ്റർ നീഡ് അസസ്മെന്റ് റിപ്പോർട്ട് തയ്യാറാക്കി കൊടുത്തതിന് ശേഷമാണോ? അങ്ങനെ PDNA റിപ്പോർട്ട് കൊടുക്കാൻ ഒരു സർക്കാരിന് പിറ്റേ ദിവസം കഴിയുമോ? ഒരു ദുരന്തമുണ്ടായാൽ ആ ദുരന്തത്തിൽ നിന്ന് ആളുകളെ രക്ഷിക്കുക എന്നുള്ള ബാധ്യത പണിയെടുക്കണം. പിന്നെ എന്തുമാത്രം നഷ്ടം ഉണ്ടായിട്ടുണ്ടെന്ന് പഠിക്കണം. പഠിച്ച് വളരെ ശാസ്ത്രീയമായി തയ്യാറാക്കി കൊടുക്കണം എന്നാണ് PDNA. ആ PDNA തയ്യാറാക്കി കൊടുത്തിട്ട് ഇപ്പം എത്ര മാസം കഴിഞ്ഞു? ഞാൻ എൻ്റെ ചോദ്യം മൗലികമായ ചോദ്യമാണ്. മറ്റ് സംസ്ഥാനങ്ങൾക്ക് നിങ്ങൾ പൈസ കൊടുത്തത് PDNA കിട്ടിയിട്ടാണോ? അല്ല. ആണെങ്കിൽ പറ, ആധികാരികമായി പറ. ഈ പറഞ്ഞ പ്രളയം ഉണ്ടായതിന്റെ പിറ്റേന്ന് PDNA തയ്യാറാക്കി കൊടുത്തു തമിഴ്നാട്, ആന്ധ്ര, ഗുജറാത്ത്, ആസാം, ഇവരൊക്കെ കാശ് കൊടുത്തു, ഈ റിപ്പോർട്ട് കൊടുത്തു. അതുകൊണ്ടാണ് കിട്ടിയെന്ന്. അവരൊന്നും കൊടുക്കാതെ കിട്ടി. നമ്മൾ കൊടുത്തിട്ടും കിട്ടിയിട്ടില്ല. അത് വിശദീകരിക്കാൻ താങ്കളെ കൊണ്ട് പറ്റില്ല. എനിക്കതറിയാം. അതുകൊണ്ടാണ് സമ്മർദ്ദം ചെലുത്താത്തത്. അല്ല, അങ്ങ് സമ്മർദ്ദം ചെലുത്താത്തതല്ല. ഇതിനകത്ത് കൃത്യമായിട്ട് ഒരു എരവാദമുണ്ട് സാർ. അതിനെയാണ് ഞങ്ങൾ എതിർക്കുന്നത്. കേന്ദ്രത്തിൽ നിന്ന് വയനാടിൻ്റെ ദുരന്തവുമായി ബന്ധപ്പെട്ട് വരുന്ന മുഴുവൻ പണവും അവിടുത്തെ സർവ്വസാധാരണക്കാരെ ജനങ്ങളുടെ പുനരധിവാസം ഉറപ്പുവരുത്തണമെന്ന ആഗ്രഹം BJPക്ക് ഉണ്ട്, കേന്ദ്ര സർക്കാരിനുണ്ട്. അത് ഞങ്ങൾ നടപ്പിലാക്കും. ഇപ്പോഴും നോക്കൂ, നിങ്ങൾക്ക് BJPക്കും സർക്കാരിനും ഉണ്ടെങ്കിൽ കേന്ദ്ര സർക്കാർ വരുന്ന പണം മുഴുവൻ ശരിയായിട്ട് ഉപയോഗിക്കണമെന്ന് സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ്. ആദ്യം വല്ലതും ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ടുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളുണ്ട്. ആ 540 കൂടി വഹിക്കാനുള്ള പരിപാടിയാണ്. അത്രേ ഉള്ളൂ. അല്ല, അങ്ങനെയല്ല. അല്ല, അതുമായി ബന്ധപ്പെട്ട് പറഞ്ഞില്ല സാർ. ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ടിനകത്ത് കൃത്യമായ ഭേദഗതി വരുത്തിയത് ഞങ്ങളൊന്നുമല്ല സാർ, ഇവിടുത്തെ UPS സർക്കാരാണ്. അതിനകത്ത് കൃത്യമായിട്ട് മെൻഷൻ ചെയ്ത് പറഞ്ഞിട്ടുണ്ട് എന്താണ് അതിനകത്ത്. അതുപോലും നമ്മൾ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാർ, അഡീഷണൽ സാമ്പത്തിക സഹായം നൽകുമെന്ന് പറയുന്നുണ്ട്. അപ്പൊ ഈ പറയുന്ന എല്ലാ നൂലാമാലകളും ഒപ്പിച്ചു വെച്ചത് മൻമോഹൻ സിംഗിന്റെ സർക്കാരാണ്. അപ്പൊ അതുകൊണ്ട് ചില ഘട്ടങ്ങൾ അങ്ങ് പറഞ്ഞല്ലോ, ഇത് ദേശീയ ദുരന്തമായി ഇങ്ങനെ കൊടുത്ത് ചെലവാക്കണം എന്നാണ്. അങ്ങനെയല്ല, പിണറായി വിജയന് ജനങ്ങൾ കൊടുത്ത 700 കോടിയുടെ സാർ അങ്ങനെ അത് ചോദിക്കാത്തത്? അങ്ങനെ ഇടതുപക്ഷത്തിൽ അങ്ങനെ അല്ല, അത് ചോദിക്കണല്ലോ. അങ്ങ് ഇവിടുത്തെ സർവ്വസാധാരണക്കാരൻ ജനങ്ങൾ 700 കോടി രൂപ മുഖ്യമന്ത്രി ദുരിതാശ്വാസ നിധിക്ക് കൊടുത്തിട്ട് 718 കോടിയിൽ 8 കോടിയാണ് സാർ ചെലവാക്കിയിട്ടുള്ളൂ. അതെന്താ അങ്ങ് ചോദിക്കാത്തത്? അങ്ങ് കേന്ദ്രത്തിന്റെ മാത്രം കാര്യങ്ങൾ ചോദിക്കുന്ന സമയത്ത് സംസ്ഥാന സർക്കാർ പുനരധിവാസവുമായി ബന്ധപ്പെട്ട് ഏതൊക്കെ രീതിയിലുള്ള നടപടികളാണ് ഉണ്ടാക്കിയിട്ടുള്ളത്? ഇപ്പോൾ തന്നെ നോക്കൂ, അവിടുത്തെ ലിസ്റ്റ് നിജേഷ് റഫീഖിന് അറിയാലോ, അവിടുത്തെ ലിസ്റ്റ് വ്യാപകമായ പരാതിയാണ് സാർ. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന ഒരു സാഹചര്യത്തിൽ നിങ്ങൾ ഒരു ഇരവാദം ഉന്നയിച്ചുകൊണ്ട് കേന്ദ്രമൊന്നും തരുന്നില്ല എന്ന് പറയുന്നത് കേരളത്തിലെ ജനങ്ങൾ വിശ്വസിക്കില്ല. പിന്നെ ആരാണ്? നരേന്ദ്രമോദിയാണോ? നരേന്ദ്രമോദി വന്ന വണ്ടിക്കണ്ണ അടിച്ചതുപോലെ നമ്മളല്ലേ? ഇപ്പൊ അവിടെയുള്ള താമസിക്കുന്ന ആളുകൾക്ക് വീട്ടുവാടക കൊടുക്കുന്ന ആരാ? സർക്കാരല്ലേ? അവിടുത്തെ പണിയെടുക്കുന്നത് മുഴുവൻ സർക്കാരാണ്. നിങ്ങൾ ഈ സർക്കാരിനെ കുറ്റം പറയുമ്പോൾ ഗവൺമെന്റ് അല്ലേ അത് മുഴുവൻ നോക്കുന്നത്? ആരാണ് ഇതിന് ഉത്തരവാദി? ഇതിന് മുഴുവൻ ഉത്തരം പറയേണ്ടത് ഇവിടുത്തെ സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ്. നിങ്ങളൊന്നും തന്നിട്ടില്ല. ഇരവാദമൊന്നുമില്ല. ഫൈറ്റ് ചെയ്യും നിങ്ങളോട്. ഫൈറ്റ് ചെയ്യുന്നതാണ് കേരളത്തിന്റെ നിലപാട്. ഇരവാദമില്ല. അങ്ങനെ ഇരവാദം പറഞ്ഞ് മോങ്ങാനല്ല. നിങ്ങളോട് ഭരണഘടനാപരമായ അവകാശത്തിന് വേണ്ടി നിങ്ങളോട് ഫൈറ്റ് ചെയ്യുമെന്നാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട കക്ഷികളുടെ നിലപാട്. അല്ല, അങ്ങനെ വിധേയപ്പെടുന്നില്ല. നിങ്ങൾ തരുന്നില്ലെങ്കിൽ ചോദിച്ചു വാങ്ങിക്കും, ഫൈറ്റ് ചെയ്യുമെന്നാണ് നിലപാട്. ശരി റഫീഖ്, 700 കോടി രൂപ CMDRFിലുണ്ടല്ലോ, അത് ചെലവാക്കാതെ കേന്ദ്ര സർക്കാർ പൈസ തരുന്നില്ല എന്ന് പറയുകയാണ് എന്നത് എക്കാലത്തെയും BJPയുടെ ഒരു കൗണ്ടർ ആർഗ്യുമെന്റ് ആണ്. ഇല്ല, ഞാൻ അതിലേക്ക് വരാം. അത് വളരെ കൃത്യമായി ജനങ്ങൾക്കെല്ലാം ബോധ്യമുണ്ട്. സംസ്ഥാന സർക്കാർ ചെയ്ത കാര്യങ്ങളെ സംബന്ധിച്ച് വളരെ കൃത്യമായ ബോധ്യമുണ്ട്. ഇവിടെ ആദ്യം മുതൽ രക്ഷാപ്രവർത്തനം തുടങ്ങി ഈ പുനരധിവാസവുമായി ബന്ധപ്പെട്ട എല്ലാ പ്രവർത്തനങ്ങളുമായി കേരളത്തിലെ ഗവൺമെന്റ് മുന്നോട്ട് പോവാണ്. ആദ്യഘട്ടത്തിൽ ചികിത്സാ സഹായം, തുടർ ചികിത്സ ആവശ്യമുള്ളവർക്ക് 54,000 രൂപ വെച്ച് കൊടുത്തു. 10,000 രൂപ വെച്ച് 1014 ആളുകൾക്ക് കൊടുത്തു. അതിനുശേഷം 6 ലക്ഷം രൂപ സംസ്ഥാന ഗവൺമെന്റ് മരിച്ചവരുടെ കുടുംബത്തിന് കൊടുത്തു. 300 രൂപ വെച്ച് 2 പേർക്ക് ഒരു കുടുംബത്തിലെ പ്രതിദിനം ആളുകൾക്ക് കൊടുത്തു. അതുപോലെ തന്നെ 6,000 രൂപ വെച്ച് വാടക കൊടുക്കുന്നു. ഒരു മാസത്തിനിടയിലാണ് ഇത്രയധികം ആളുകളെ വാടകയ്ക്ക് മാറ്റുന്ന സാഹചര്യം ഉണ്ടായത്. മറ്റെവിടെയെങ്കിലും അങ്ങനെ കേട്ടുകേൾവിയുണ്ടോ?
അങ്ങനെ വാടകയ്ക്ക് മാറ്റുന്ന നിലയിലേക്ക് മാറി. പിന്നെ പുനരധിവാസവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ വളരെ കൃത്യമായി നടന്നു വരികയാണ്. 2 സ്ഥലങ്ങൾ ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് അതിനെ കണ്ടെത്തി അതുമായി ബന്ധപ്പെട്ട് ടീമിനെ ഏർപ്പാടാക്കി അതിന്റെ യോഗങ്ങൾ ചേർന്ന് മുന്നോട്ട് പോകുന്നു. ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നില്ല. കേരളീയ പൊതുസമൂഹത്തിനുള്ള കൃത്യമായ ബോധ്യമുണ്ട്. പക്ഷെ ഇവിടെ BJPയുടെ പ്രതിനിധി പറഞ്ഞ കാര്യം ഞാൻ അതിലേക്ക് തന്നെ വസ്തുതാപരമായി വരാം. വെറുതെ ഇങ്ങനെ നമ്മൾ വർത്തമാനം പറഞ്ഞുകൊണ്ട് അല്ല, ഞാൻ പറയട്ടെ. താങ്കൾ എന്തിനാണ് ഇങ്ങനെ അസഹിഷ്ണുതപ്പെടുന്നത്? ഞാൻ താങ്കൾ പറയുമ്പോൾ ഒരു തവണയെങ്കിലും സംസാരിച്ചോ? ഇല്ലല്ലോ. ഇത് ഈ ഒച്ച വെക്കുന്നത് യാഥാർത്ഥ്യം പറയാനില്ലാത്തവരാണ്. നിങ്ങളത് കഴിഞ്ഞിട്ട് പറയൂ. നിങ്ങളത് കഴിഞ്ഞിട്ട് BJPയുടെ പ്രതിനിധി താങ്കൾ ശരി ഞാൻ പറയാം. എന്നാൽ സമയം തന്നാൽ മതി. എനിക്ക് അദ്ദേഹം പറഞ്ഞ ചില തെറ്റായ കാര്യത്തിന് കൂടെ മറുപടി പറയാൻ സമയം തരണം. അതുകൊണ്ടാണ് ഞാൻ ഇതിലേക്ക് തന്നെ പറയാം. എന്നാൽ സംസ്ഥാന സർക്കാർ ചെയ്തതാണ് ഞാൻ പറഞ്ഞു വന്നത്. ചികിത്സാ സഹായം കൊടുത്തത് ഞാൻ പറഞ്ഞു, 10,000 രൂപ വെച്ച് കൊടുത്തത് ഞാൻ പറഞ്ഞു, അതിനുശേഷം 6 ലക്ഷം രൂപ വെച്ച് മരിച്ചവർക്ക് കൊടുത്തത് ഞാൻ പറഞ്ഞു. അതുപോലെ തന്നെ 300 രൂപ വെച്ച് നേരത്തെ കുറെ മാസങ്ങൾ കൊടുത്തു. ഇപ്പോൾ വീണ്ടും 9 മാസം കൂടെ കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നു. ആ നിലയിൽ കൊടുക്കുന്നു. അതോടൊപ്പം തന്നെ സർട്ടിഫിക്കറ്റുകൾ നഷ്ടപ്പെട്ടവർക്ക് ഒറ്റ ദിവസം കൊണ്ട് 688 സർട്ടിഫിക്കറ്റാണ് കൊടുത്തത്. 620 കുട്ടികളുടെ വിദ്യാഭ്യാസം ഉറപ്പുവരുത്താൻ ആവശ്യമായ കാര്യങ്ങൾ ചെയ്തു. ഇപ്പോൾ ഇതുമായി വാടക കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യം ഞാൻ സൂചിപ്പിച്ചു. ഇപ്പൊ പുനരധിവാസമാണ് ഇനി പ്രധാനപ്പെട്ട കാര്യം. കൃത്യമായൊരു പ്ലാൻ ഉണ്ടാക്കി ആ പ്ലാൻ വെച്ചുകൊണ്ട് പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നു. സ്ഥലം ഏറ്റെടുക്കാൻ പോയ സമയത്താണ് കോടതിയിൽ മാനേജ്മെന്റ് ഇതുമായി ബന്ധപ്പെട്ട ഭൂമിയുടെ മാനേജ്മെന്റ് കോടതിയിൽ പോയി. ആ കോടതിയിൽ ഗവൺമെന്റ് വളരെ കൃത്യമായി ഇടപെട്ട് വ്യവഹാരത്തിൽ കുടുങ്ങി കുറെ നാളുകൾ നീണ്ടുപോകുന്നതിന് പകരം വളരെ പെട്ടെന്ന് തന്നെ തീരുമാനം ഉണ്ടാക്കാൻ വേണ്ടി കഴിഞ്ഞു. ഏറ്റെടുക്കുന്ന നടപടിയിലേക്ക് പോകുന്നു. അതോടൊപ്പം തന്നെ ഇവിടെ ഈ വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഗുണഭോക്താക്കളുടെ യോഗം വിളിക്കുന്നു. ആദ്യത്തെ ലിസ്റ്റ് വരുന്നു. 2 തരത്തിൽ ലിസ്റ്റാണ്. ഇവിടെ ലിസ്റ്റിനെ കുറിച്ച് പറഞ്ഞല്ലോ. കരട് ലിസ്റ്റ് വരുമ്പോൾ എന്ത് പരാതികളുണ്ടെങ്കിലും പരിഹരിച്ചുകൊണ്ട് മാത്രം ഫൈനൽ ലിസ്റ്റ് ഇറക്കുന്നത്. ഇദ്ദേഹം ഇവിടെ സൂചിപ്പിച്ച ലിസ്റ്റിന്റെ കാര്യം ആദ്യം വന്നു ഫസ്റ്റ് ലിസ്റ്റാണ്. അതിൽ ചില പരാതികൾ വന്നു. ആ പരാതികൾ കേട്ടതിന് ശേഷം ഫൈനൽ ലിസ്റ്റ് പുറത്തിറക്കി. എന്തെങ്കിലും പരാതി ഉയർന്നോ? പരാതി ഇല്ലല്ലോ. ആളുകൾക്ക് പരാതി കൊടുക്കാനുള്ള അവസരം കൊടുത്തുകൊണ്ട് ആ പരാതി കൂടെ പരിഗണിച്ചുകൊണ്ട് ഫസ്റ്റ് ഫേസിന്റെ ലിസ്റ്റ് വന്നു. ഇനി 2ാം ഘട്ടമാണ്. ആ 2ാം ഘട്ടത്തിലെ ലിസ്റ്റ് എന്ന് പറയുന്നത് ജോൺ മത്തായി കമ്മിറ്റിയുടെ റിപ്പോർട്ട് പ്രകാരം പോകാൻ കഴിയുന്ന പ്രദേശമുണ്ട്, നോ ഗോ സോൺ ഏരിയ ഉണ്ട്. ഈ 2 ഏരിയ ഉണ്ട്. ആ 2 ഏരിയകൾ ഗോ സോൺ ഏരിയയിൽ പെടുന്നവരെ ഈ ലിസ്റ്റിൽ A വിഭാഗത്തിൽ പെടുത്തും. നോ ഗോ സോൺ ഏരിയയിൽ പെടുന്നവരെ ആളുകളെ ഇതിന്റെ ഐസൊലേറ്റ് ചെയ്യപ്പെട്ട ആളുകൾ, അതായത് അവിടെ താമസയോഗ്യമാണ് പക്ഷെ അങ്ങേക്ക് ആ സ്ഥലത്തേക്ക് റോഡില്ല, മറ്റു മാർഗങ്ങളില്ലാത്ത സ്ഥിതിയുള്ളവരെ B കാറ്റഗറിയിൽ പെടുത്തും. അങ്ങനെ ലിസ്റ്റ് അവരുടെ കരടിപ്പ് പ്രഖ്യാപിക്കാൻ വേണ്ടി പോവാണ്. അവർക്കും പരാതികൾ ഉണ്ടെങ്കിൽ സമർപ്പിക്കാം. ആ പരാതി കൂടെ പരിഗണിച്ച് ഫൈനൽ ലിസ്റ്റ് പുറപ്പെടുവിക്കും. അതിന്റെ ഭാഗമായി നിർമ്മാണ പ്രവർത്തനത്തിലേക്ക് കടക്കും. ഇതുമായി മുന്നോട്ട് പോകും. കേരളത്തിലെ ഗവൺമെന്റ് നേരത്തെ ശ്രീ നിഷാദ് സൂചിപ്പിച്ച പോലെ ഇങ്ങനെ ഔദാര്യമായി കാത്തിരിക്കുന്നില്ല. കേന്ദ്രം തരേണ്ട അർഹതപ്പെട്ട പണമാണ്. തരുന്നില്ലെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകും. അതാണ് അതിൽ സൂചിപ്പിക്കാനുള്ളത്. പിന്നെ ഇവിടെ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, എന്താണ് നേരത്തെ കുറെ ഫണ്ട് തന്നു എന്നാണ്. നേരത്തെ തന്ന ഫണ്ടിനെ കുറിച്ച് നമുക്കൊന്ന് പറയാം. NDRFന്റെ ഭാഗമായി നേരത്തെ ചില ദുരന്തം ഉണ്ടായപ്പോൾ ഫണ്ട് തന്നതിനെ കുറിച്ചാണ്. അതും നിങ്ങൾ നോക്കി. എത്ര കാലമായി ഇവർ ഈ കേരളത്തോടുള്ള അവഗണന തുടങ്ങിയിട്ട്? 2014 BJPയുടെ നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് അധികാരത്തിൽ വരുന്നത്. 2014 മണ്ണിടിച്ചല് കേന്ദ്രം പ്രപ്പോസൽ കൊടുത്തത് 503 കോടിയാണ്. കിട്ടിയതോ ഒരു നയാ പൈസ കിട്ടിയില്ല. 2014 മഴക്കെടുതി 258 കോടി രൂപയുടെ സമർപ്പിച്ചു. ഒരു നയാ പൈസ തന്നിട്ടില്ല. 2016 UDF ഭരിക്കുന്ന കാലഘട്ടത്തിലാണിത്. ഏതെങ്കിലും LDF ഭരിക്കും മാത്രമല്ല, UDF ഭരിക്കുന്ന ഘട്ടത്തിലും ഇതുപോലെ ദുരന്തമുണ്ടായ ഘട്ടത്തിൽ അനുഭവിക്കേണ്ടുന്ന പ്രശ്നം തന്നെയാണ്. 2016 പുറ്റിക്കൽ വെടിക്കെട്ട് അപകടം 48 കോടിയാണ് സമർപ്പിച്ചത്, ലഭിച്ചത് 0. 2019 വെള്ളപ്പൊക്കം 20,100 കോടിയാണ് സമർപ്പിച്ചത്, 1 രൂപ തന്നില്ല. ഇനി നാമമാത്രമായി തന്ന് അതുകൂടെ ഒന്ന് പറഞ്ഞു വെക്കാം. നാമമാത്രമായി തന്ന ചില കാര്യങ്ങളുണ്ട്. 2018 ദുരന്തവുമായി ബന്ധപ്പെട്ടുകൊണ്ട് 4,796 കോടി രൂപയുടെ സമർപ്പിച്ചത്. 2,900 കോടിയാണ് തന്നത്. അതിൽ തന്നെ നിങ്ങൾ നോക്കൂ, ദുരന്തം ബാധിത മേഖലയിലേക്ക് തെരച്ചിൽ നടത്താൻ വേണ്ടി സെർച്ച് ആൻഡ് റെസ്ക്യൂ വിഭാഗത്തിൽ നമ്മൾ ആവശ്യപ്പെട്ടത് 217 കോടിയാണ്. തന്നത് 70 കോടിയാണ്.
എന്നാൽ വിരോധാഭാസം നിങ്ങൾ നോക്കണം. പിന്നീട് കേന്ദ്ര ഗവൺമെന്റ് വ്യോമസേന വന്ന് തെരച്ചിൽ നടത്തിയതിന്റെ ഭാഗമായി 102 കോടി രൂപ അങ്ങോട്ടടക്കാൻ പറഞ്ഞു. 70 കോടിയാണ് ഇങ്ങോട്ടേക്ക് ആ വിഭാഗത്തിൽ തന്നത്. 32 കോടി കൂടെ കൂട്ടിയിട്ട് അങ്ങോട്ട് അടക്കേണ്ടി വന്നു. റേഷന് പോലും പണം അങ്ങോട്ട് അടക്കേണ്ടി വന്നു. ഈ രൂപത്തിലാണ് നിലപാട് സ്വീകരിച്ചത് കേന്ദ്രം. കേരളത്തോട് സ്വീകരിക്കുന്നത് വിവേചനത്തിന്റെ അങ്ങേ തലയാണ് എന്ന് കണക്ക് വെച്ച് പറയണം. ഞാൻ അതിന്റെ മറ്റു വശങ്ങളിലേക്ക് വരുന്നതിന് മുമ്പ് ഒരു ഇടവേള കൂടി എടുക്കുന്നു. വളരെ പെട്ടെന്ന് തിരിച്ചു വരാൻ ഈ ചർച്ചയിലേക്ക്. സർക്കാർ ഈ സ്വീകരിക്കുന്ന സമീപനത്തിന്റെ കാരണം എന്താകും? BJP ഭരിക്കാത്ത മറ്റു പല സംസ്ഥാനങ്ങൾക്കും ഇങ്ങനെ, പക്ഷേ ഈ സമീപനം സ്വീകരിക്കുന്നില്ല, പണം കൊടുക്കുന്നുണ്ട്. കേരളത്തിന്റെ കാര്യത്തിൽ വായ്പ നിരക്കിന്റെ കാര്യത്തിലായാലും കൊള്ളാം, മറ്റ് ഫണ്ട് അലോക്കേഷൻ അല്ലെങ്കിൽ കേരളത്തിന് പ്രത്യേക സഹായം, ദുരന്ത ഭൂമികയിലെ സഹായം, ഈ കാര്യത്തിലെല്ലാം ഒരു ആർക്ക് നോക്കിയാലും തെറ്റ് എന്ന് തോന്നുന്ന ഒരു പിടുത്തം പിടിക്കുന്നതിൻ്റെ റീസൺസ് എന്തൊക്കെയാവും? അല്ല, കേന്ദ്ര ഗവൺമെൻറ് ഏകദേശം BJP വിരുദ്ധരായ എല്ലാവരോടും കാണിക്കുന്ന സമീപനം തന്നെയാണ്. നമ്മൾക്കറിയാം, കർണാടക ഗവൺമെൻറ് അവിടെ സമരത്തിന് പോകേണ്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. തമിഴ്നാടിന് പൈസ കൊടുത്തു. അല്ല, തമിഴ്നാടിന് കൊടുത്തതിൻ്റെ പ്രത്യേക സാഹചര്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്തോ ഒരു ചൂണ്ടലാണ് എറിഞ്ഞു നോക്കിയത്, അതിൽ കൊത്തിയോ കൊത്തിയില്ലോ എന്നറിയില്ല. കർണാടകയോടും അതുപോലെ തന്നെ ബംഗാളിനോടും സ്ഥിരമായി കാണിച്ചുകൊണ്ടിരിക്കുന്ന സമീപനമാണ് BJPയുടെ ഒരു രാഷ്ട്രീയം എപ്പോഴും. കാരണം നമ്മൾക്കൊക്കെ അറിയാവുന്നതുപോലെ ഒരുപാട് ചോരപ്പുഴയുടെ മുകളിലൂടെയാണ് അധികാരത്തിൽ വന്നത്. ഒരു ജനങ്ങളുടെ വേദനയും വികാരവും ഒന്നും BJPയുടെ പ്രശ്നമല്ല. അങ്ങനെയാണെങ്കിൽ ഇന്നിപ്പോൾ മണിപ്പൂരിൽ ഒരു പുതിയ മുഖ്യമന്ത്രി ഉണ്ടാവണമല്ലോ. 1 ലക്ഷത്തിലധികം ആളുകൾ ഇപ്പോഴും ദുരിതാശ്വാസ ക്യാമ്പിൽ താമസിക്കുന്ന, 1 ലക്ഷം ആളുകൾ നാടുവിട്ടുപോയ, സർക്കാരിൻ്റെ തോക്കുമായി ജനങ്ങളെ കുന്തമുനയിൽ നിർത്തുന്ന ഒരു നാട്ടിൽ BJP എടുത്ത സമീപനം എന്താണ്? പ്രധാനമന്ത്രി ഇന്നിപ്പോൾ അമേരിക്കയിലാണ്. അദ്ദേഹം ഇതുവരെ ഇവിടെ മണിപ്പൂരിലേക്ക് പോയിട്ടുമില്ല. അങ്ങനെ BJPക്ക് അങ്ങനെ ഒരു വികാരം, ഒരു ജനങ്ങളോടുള്ള ഒരു സമീപനം ഒന്നും ഉണ്ട് എന്ന് തോന്നുന്നില്ല. ഒരു ഫെഡറൽ സംവിധാനത്തിനോട് ഒരു താല്പര്യമോ ഇല്ല. എങ്ങനെ ഒരു അധികാരം കിട്ടിക്കഴിഞ്ഞാൽ ഈ ഭരണഘടനയൊന്ന് മാറ്റി എഴുതണം, അംബേദ്കർ എന്ന് വിളിക്കില്ല, ദൈവത്തിനെ വിളിക്കാൻ പറഞ്ഞൊരു പാർട്ടിയാണ്. അപ്പോൾ അവരിൽ നിന്ന് ഒരുപാടൊന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നത് തെറ്റില്ല. എങ്ങനെയെങ്കിലും ഈ ഒരു കാഴ്ചപ്പാടുള്ള ആളുകളെ മാറ്റി സ്ഥാപിക്കൽ മാത്രമാണ് എൻ്റെ ശാലയിൽ. പ്രിന്റുവിനെ പോലെയൊക്കെയുള്ള ചെറുപ്പക്കാർ വന്നിട്ട് എന്ത് ചെയ്യണം? ഈ ന്യായീകരണമൊക്കെ നിർത്തിക്കൊണ്ട് പാർട്ടിക്കകത്തൊരു തിരുത്തൽ ശക്തിയായി മാറണം. നമ്മുടെ പഴയകാല BJPക്കാർ കുറച്ചുകൂടി മെച്ചം, ഈ KG മാരാരുടെയോ CK പത്മനാഭൻ്റെയോ കാലത്തൊക്കെ ആണെങ്കിൽ കുറച്ചുകൂടി എനിക്ക് തോന്നുന്നു സമീപനത്തിൽ മാറ്റമുണ്ടാകും എന്ന് തോന്നി. പുതിയ കാല BJPക്കാർ, ആ BJPക്കാരുടെ ഒരു സമീപനം അവർക്ക് ഒന്നുമല്ല എന്ന തലത്തിലേക്ക്, അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റിനോടൊരു ഫീലിങ്സും ഒരു സെൻറ്റിമെൻസും ഇല്ല എന്ന രീതിയിലേക്കൊക്കെ മാറുമ്പോൾ ഇപ്പോൾ തന്നെ K. സുരേന്ദ്രൻ വന്ന് എത്ര പരിഹാസ രൂപേണയാണ് അദ്ദേഹം സംസാരിച്ചത്. ഞാൻ ചോദിക്കുന്നത്, അദ്ദേഹം അവിടെ മത്സരിച്ചൊരു കാൻഡിഡേറ്റ് അല്ലേ? കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മത്സരിച്ച് 1 ലക്ഷത്തിലധികം വോട്ടുകൾ വാങ്ങിയൊരു കാൻഡിഡേറ്റ് അല്ലേ? അവിടെ അദ്ദേഹം എത്ര ലാഘവത്തോടു കൂടിയാണ്, BJP ഒരു സംസ്ഥാന അധ്യക്ഷൻ എത്ര ലാഘവത്തോടു കൂടിയാണ് കാര്യങ്ങളെ കാണുന്നത്. നമ്മൾ പൊതുവിഷയം വരുന്ന സമയത്ത് എപ്പോഴും നമ്മൾ രാഷ്ട്രീയത്തിൻ്റെ കണ്ണിലൂടെ, കക്ഷി രാഷ്ട്രീയത്തിൻ്റെ കണ്ണിലൂടെ തന്നെ കാര്യങ്ങളെ കാണേണ്ടതുണ്ട്. നമ്മളൊരു ഒരു സിറ്റിസൺ എന്ന നിലയ്ക്ക്, ഒരു പൗരൻ എന്ന നിലയ്ക്ക് ചില കാര്യങ്ങളെ നമ്മൾ കാണാൻ ശ്രമിക്കണ്ടേ? പാർട്ടിക്കകത്ത് തിരുത്തൽ വേണമെങ്കിൽ തിരുത്താനുള്ള ശ്രമം നടത്തണ്ടേ? അല്ലാതെ ഇവിടെ വന്ന് ഇത് വല്ലാതെ ന്യായീകരിച്ച് നമ്മൾ തരുന്നില്ല, അങ്ങനെ കൊടുക്കുന്നുണ്ട് എന്ന് ഞാൻ നെഞ്ചിൽ കൈവച്ച് പ്രിന്റുവിനോട് ചോദിക്കുക, കേന്ദ്രം ഈ സമീപനം വയനാട് ദുരന്തത്തിനോട് ചെയ്തത് ശരിയാണ് എന്നൊരു കാഴ്ചപ്പാട് താങ്കൾക്കുണ്ടോ? 45 ദിവസം കൊണ്ട് ഇത് ചെയ്തു തീർക്കാൻ കഴിയുമെന്നൊരു ആത്മവിശ്വാസം താങ്കൾക്കുണ്ടോ? ഉണ്ടെങ്കിൽ ആ ഒരു ഓർഡർ വരുന്നതിന് നിങ്ങൾ എന്നാണ് കൊടുത്തത് എന്ന് ചോദിക്കുന്നതാണോ അതിൻ്റെ ശരി? ദുരന്തം വന്നിട്ട് 6 മാസമല്ലേ ആയുള്ളൂ. 6 മാസം കൊണ്ട് ചെയ്തു തീർക്കാവുന്നതാണോ 111 കോടി രൂപയുടെ ഒരു ടൗൺഷിപ്പ് ഉണ്ടാക്കാൻ കഴിയും? ഒരു മാസം പോട്ടെ, 45 ദിവസം പോട്ടെ, ഇതിൻ്റെ ASഉം ഇതിൻ്റെ TSഉം ഇതിൻ്റെ FSഉം ഒക്കെ ആയി വരണം, ഒരു പദ്ധതി ആയി വരണമെങ്കിൽ എത്ര സമയമെടുക്കും? അപ്പോൾ നിങ്ങൾ ഈ ഡേറ്റിന് തരാത്തത് കൊണ്ടാണ് എന്നൊക്കെ നിങ്ങളെ ആരെങ്കിലും സുഖിപ്പിക്കാൻ സാധിച്ചേക്കാം. പ്രാക്ടിക്കലായിട്ടല്ല BJP സംസാരിക്കുന്നത് ഈ വിഷയത്തിൽ എന്ന് നിങ്ങൾ തന്നെ ഒരു കണ്ണാടി നോക്കുന്നത് പോലെ ഈ ചർച്ച കഴിഞ്ഞ് നിങ്ങളുടെ വാദങ്ങൾ നിങ്ങൾ നോക്കണം. ഈ പൈസയൊന്നും പോരാ വയനാട്ടിനെ വീണ്ടെടുക്കാനെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ പൈസ തന്നിട്ടില്ല. തരും എന്ന് താങ്കൾ തന്നെയും വിചാരിക്കുന്നുണ്ടോ പ്രിന്റു? കേരളത്തിലെ BJP വിചാരിക്കുന്നുണ്ടോ പൈസ കേന്ദ്ര സർക്കാർ തരും എന്ന്? കാരണം ഇനി നമ്മളൊരു ഫോർമാലിറ്റീസും കംപ്ലീറ്റ് ചെയ്യാനില്ല, എല്ലാം കഴിഞ്ഞതാണ്. നിഷാന്ത് സാർ, ഒരു സംശയം വേണ്ട സാർ, വയനാടിൻ്റെ പുനരധിവാസവുമായി ബന്ധപ്പെട്ടിട്ടുള്ള മെമ്മറാണ്ടം കേന്ദ്ര സർക്കാർ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്വാഭാവികമായി അതുമായി ബന്ധപ്പെട്ടുള്ള പണം വരും സാർ. അന്ന് നിങ്ങൾ എന്നെ ചർച്ചയ്ക്ക് വിളിച്ചോളൂ, ഒരു സംശയം വേണ്ട. ആ പണം വരുന്ന ദിവസം നിങ്ങൾ ചർച്ചയ്ക്ക് വിളിച്ചോളൂ. ഇവിടെ ഉണ്ടായ ഈ വിഷയവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ഞാൻ അതിൻ്റെ സാങ്കേതിക വശങ്ങൾ തുടക്കത്തിൽ പറഞ്ഞല്ലോ. പിന്നെ റഫീഖിനോട് ഒരു കാര്യം, റഫീഖെ അങ്ങ് പറഞ്ഞ കണക്കിനകത്ത് ചില മിസ്റ്റേക്ക് ഉണ്ട്. NDRFിൻ്റെ ഫണ്ട് കഴിഞ്ഞ 9 വർഷം കൊണ്ട് കിട്ടിയ പണം എന്ന് പറയുന്നത് 5019 കോടി രൂപ നൽകിയിട്ടുണ്ട്. പിന്നെ SDRF ഫണ്ടിനകത്ത് നിന്ന് നോക്കൂ, കഴിഞ്ഞ 8 വർഷം കൊണ്ട് എത്ര രൂപയാണ് ഇവർ ചെലവാക്കിയിട്ടുള്ളത്? ചെലവാക്കിയ പണത്തിൻ്റെ വിവരാവകാശ രേഖയുണ്ട്. 530 കോടി രൂപയാണ് ചെലവാക്കിയിട്ടുള്ളത്. അപ്പം നോക്കൂ, ഈ പ്രളയമായിക്കോട്ടെ, ദുരന്തമായിക്കോട്ടെ, എല്ലാറ്റിനെയും
പദ്ധതി വിഹിതങ്ങളെ വകമാറ്റാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സർക്കാരാണ് സംസ്ഥാന സർക്കാരിന്റെ ബോധ്യം ഞങ്ങൾക്കുണ്ട്. നിജേഷിന് അതുണ്ടാവില്ല, അനിയൻ ബാവ ചേട്ടൻ ബാവ ആയതുകൊണ്ട് നിജേഷിനെ പോലെയുള്ള കോൺഗ്രസ്സുകാർക്ക് അതുണ്ടാവില്ല. ഞങ്ങൾക്ക് അതിന്റെ ബോധ്യമുണ്ട്. കാരണം കേന്ദ്രം നൽകുന്ന പല പദ്ധതികളുടെയും വിഹിതം വകമാറ്റിയതിന്റെ പേര് 23ഓളം പദ്ധതികളാണ് ഈ കേരളത്തിൽ മുടങ്ങിക്കിടക്കുന്നത്. സാമ്പത്തിക മാനേജ്മെന്റിനകത്ത് ക്രമക്കേടുകൾ മാത്രമുള്ള ഒരു സർക്കാരാണ്. അവിടെ നിരപരാധികളായ വയനാട്ടിലെ ആളുകളുടെ ജീവൻ വെച്ചും ദുരിതം വെച്ചിട്ട് വിലപേശാൻ ഞങ്ങൾക്ക് സാധിക്കില്ല. ഞങ്ങൾ നൽകുന്ന പണം, കേന്ദ്രം നൽകുന്ന പണം, അവസാനത്തെ പണം വയനാട്ടിലെ ജനങ്ങൾക്ക് കിട്ടുന്ന ഉറപ്പ് വരുത്തേണ്ട ശ്രമങ്ങൾ ഞങ്ങൾ മുന്നോട്ട് പോകും. അങ്ങ് പറഞ്ഞ സാങ്കേതികമായിട്ടുള്ള ഈ പണത്തിന്റെ ഉപയോഗവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ BJP നേതൃത്വം കേന്ദ്ര നേതൃത്വമായി ചർച്ച ചെയ്ത് അതിനകത്ത് ഒരു ക്ലാരിറ്റി വരുത്തും. പക്ഷെ അതോടൊപ്പം തന്നെ സംസ്ഥാന സർക്കാർ എന്ത് ചെയ്തിട്ടുണ്ട്? ഈ പ്രളയ ദുരിതവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാരിന്റെ നിലപാട് എന്താണ്? ഇന്ന് വരെ 300 രൂപ കൊടുത്ത കണക്ക് പറഞ്ഞുകൊണ്ടാണ് ഒരു കുടുംബത്തിന് ജീവിക്കാൻ 300 രൂപ കൊണ്ട് സാധിക്കുമോ സാർ? ഈ ജീവിത നിലവാരം ഉയർന്ന സമയത്ത് 6000 രൂപ കൊടുത്തു 5 മാസം കൊണ്ട്. നിങ്ങളെ 718 കോടി രൂപയിൽ അരവിന്ദനെ വിമർശിക്കാം. അല്ല, നിങ്ങൾ നിങ്ങൾ എന്താ കൊടുത്തത്? നിങ്ങൾ എന്ത് കൊടുത്തിട്ടാണ് നിങ്ങൾ ഈ പറയുന്നത്? നിങ്ങൾ എന്ത് കൊടുത്തിട്ടാണ് നിങ്ങൾ ഈ പറയുന്നത്? അല്ല, ഞാൻ ചോദിക്കട്ടെ. അല്ല, കേന്ദ്രം കൊടുക്കുമല്ലോ സാർ. കേന്ദ്രം പണം തരില്ല എന്ന് എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഹൈക്കോടതി എന്താ പറഞ്ഞത്? സംസ്ഥാന സർക്കാരിന്റെ കയ്യിലുള്ള പദ്ധതി വിഹിതങ്ങൾ ചെലവഴിക്കാല്ലേ? ബഹുമാനപ്പെട്ട ബാക്കി എല്ലാവർക്കും കിട്ടി. ഇവിടെ മാത്രമേ തരും. പ്രിന്റിന് പോലും ഉറപ്പില്ല. അല്ല സാർ, ഞാൻ ചോദിക്കട്ടെ, ഒരു പ്രപ്പോസൽ വെച്ച് കഴിഞ്ഞാൽ മെമ്മറോണ്ടം വെച്ച് നടക്കണ്ടേ? അങ്ങനെയാണല്ലോ. തമിഴ്നാടിന് പ്രപ്പോസൽ വേണ്ടി വന്നില്ല. അല്ല, നിങ്ങൾ എപ്പോഴാണ് പോസ്റ്റ് ഡിസാസ്റ്റർ നീഡ് അസസ്മെന്റ് റിപ്പോർട്ടാണ്. അത് ചാടിക്കേറി വെക്കാൻ പറ്റില്ല. അത് വെക്കുന്നതിന് ഒരുപാട് ഫോർമാലിറ്റീസ് ഉണ്ട്. വലിയ പഠനം വേണ്ടി വരും. അത് കൊടുത്തിട്ട് എത്ര നാൾ കഴിഞ്ഞു? ഇപ്പൊ കൊടുത്തിട്ട് ഇപ്പൊ എത്ര നാൾ കഴിഞ്ഞു? അല്ലാതെ അത് സാർ, ഡിസാസ്റ്റർ മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട ഈ രാജ്യത്ത് ചില നിയമങ്ങളും സംവിധാനങ്ങളും ചട്ടങ്ങളും ഉണ്ട് സാർ. മഹാരാഷ്ട്രക്കില്ല, സിക്കിമിനില്ല, കേരളത്തിന് മാത്രമേ ഉള്ളൂ. അല്ല, കേരളത്തിന്റെ അതുകൊണ്ടാണല്ലോ കേരളവുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രി നേരിട്ട് വന്ന് ഇവിടുത്തെ കാര്യങ്ങൾ പഠിച്ച് അതിന്റെ അടിസ്ഥാനത്തിൽ കൃത്യമായിട്ടൊരു പാക്കേജ് ഉണ്ടാകുമെന്ന് ഉറപ്പ് നൽകിയതാണ്. അത് സ്വാഭാവികമായിട്ടുണ്ടാകും. അങ്ങ് ആന്ധ്രയുടെയും പ്രധാനമന്ത്രി നേരിട്ട് വരണം. നിങ്ങൾ പറഞ്ഞു കൊടുത്താൽ മതി. കുടുംബങ്ങൾക്ക് വാടക കൊടുക്കായിരുന്നു. വാടക പ്രധാനമന്ത്രി വന്നിട്ട് ആ കുട്ടി ഇപ്പോ സമരരംഗത്തേക്ക് വരാൻ പോവാ. പ്രധാനമന്ത്രി എടുത്ത് താലോലിച്ച് PR എക്സസൈസിന് വേണ്ടി പുറത്തുവിട്ട വീഡിയോയിലെ കുഞ്ഞുണ്ടല്ലോ, ആ കുഞ്ഞൂടെ സമരരംഗത്തേക്ക് വരാൻ പോവാ. അതിനും കിട്ടിയിട്ടില്ല ഒന്നും. അല്ല, CPM പ്രതിനിധി എന്നോടൊപ്പം ഉണ്ട്. അല്ല, റഫീഖ് ഇപ്പൊ നോക്കൂ, ഈ 45 ദിവസത്തെ സമയപരിധി പ്രശ്നമുണ്ട് എന്നാണ് BJP മനസ്സിലാക്കുന്നത്. BJPയുടെ സ്റ്റേറ്റ് ലീഡർഷിപ്പ് ആ കാര്യത്തിൽ കേന്ദ്ര സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തുമെന്നാണ് പ്രിന്റു ആധികാരികമായി പറയുന്നത്. അല്ല, ഇവിടെ BJPയുടെ പ്രതിനിധി എന്ത് അപഹാസ്യമായിട്ടാണ് കാര്യങ്ങൾ പറയുന്നത്. വയനാട്ടുകാരും അതുപോലെ ദുരന്തത്തെ ഏറ്റവും മനുഷ്യത്വപരമായി സമീപിച്ച കേരളത്തിലെ ജനതയും BJPയുടെ യഥാർത്ഥ മുഖം ഓരോ ദിവസവും തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. 45 ദിവസം കൊണ്ട് നടക്കില്ല എന്ന് BJPയുടെ പ്രതിനിധി തന്നെ ഈ ചർച്ചയിൽ ഉൾപ്പെടെ സമ്മതിക്കുകയാണല്ലോ. അതുകൊണ്ടാണല്ലോ സമ്മർദ്ദം ചെലുത്തുമെന്ന് പറയുന്നത്. ആ രൂപത്തിലേക്ക് എന്തിനാണ് ഇവർ ഇങ്ങനെ ഒരു പണം തരാമെന്ന് പറയുന്നത്? എന്തിനാണ്? നൽകാൻ വേണ്ടിയാണോ? ഇത് കുറച്ച് കഴിയുമ്പോൾ അതും കേരളത്തെ കുറ്റപ്പെടുത്താനുള്ള അവസരമായി വിനിയോഗിക്കണം. അതിനുവേണ്ടിയാണ് ഇവിടെ നേരത്തെ 500 കോടി 5000 കോടിയുടെ പറഞ്ഞല്ലോ, 32,000 കോടിയാണ് 2014 മുതൽ ഇത്രയും വർഷത്തിനിടയിൽ ആവശ്യപ്പെട്ടത്. അതിലാണ് 5000 കോടി തന്നത്. അതിൽ തന്നെയാണ് തിരിച്ചു കൊടുക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടതിനെ കുറിച്ച് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. അപ്പൊ അത്തരത്തിലുള്ള നിലപാടാണ് ഇവർ സ്വീകരിക്കുന്നത്. ഇവിടെ പിന്നെ പ്രധാനമന്ത്രി വന്നതിനെ കുറിച്ചൊക്കെ പറഞ്ഞല്ലോ. പ്രധാനമന്ത്രി വന്നിട്ട് എന്താ ഇവിടെ പ്രഖ്യാപിച്ചത്? മാധ്യമങ്ങൾക്ക് അതിന്റെ കാര്യങ്ങൾ വ്യക്തമായി അറിയാലോ. അടിയന്തരമായ സഹായം നൽകുന്ന പറഞ്ഞത്. 1 രൂപയെങ്കിലും തരാൻ വേണ്ടി തയ്യാറായോ? ഇവർ പല കാര്യങ്ങളും പറയുന്നുണ്ടല്ലോ. 2000 കോടിയാണ് നമ്മൾ ആവശ്യപ്പെടുന്നത്. 2000 കോടി പോട്ടെ, 1 കോടിയെങ്കിലും തന്നിട്ട് ഇവർ വർത്തമാനം പറയണ്ടേ? തന്നിട്ടില്ലല്ലോ. ഇവിടെ നവംബറിലാണ് ഈ നിങ്ങൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇതിനെല്ലാം ഇതിൻ്റെതായ സാങ്കേതികമായ കാര്യങ്ങളുണ്ട്. പോസ്റ്റ് ഡിസാസ്റ്റർ നീഡ്സ് അസസ്മെന്റ് റിപ്പോർട്ട് PDNA കൊടുക്കുന്നത് നവംബറിലാണ്. അത് ആ ഘട്ടത്തിലേ കൊടുക്കാൻ കഴിയുള്ളൂ. നവംബർ കഴിഞ്ഞിട്ട് ഇപ്പൊ എത്ര മാസമായി?
എന്നിട്ട് തന്നോ? തന്നില്ലല്ലോ. തരേണ്ട പണമല്ലേ. ഈ നാട്ടിലെ രാജ്യത്തെ പൗരന്മാർ തന്നെയല്ലേ ചൂരൽമലയിലെ ആ ദുരന്തം അഭിമുഖീകരിച്ച ആളുകൾ. അവര് ഏറ്റവും പ്രയാസം അനുഭവിച്ചൊരു ജനതയിൽ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ഉരുൾപൊട്ടലാണ്. BJPയുടെ പ്രതിനിധി പറയുമ്പോൾ പറയേണ്ടത് കേരളത്തിന്റെ പ്രത്യേക കേസാണ് എന്നൊക്കെ ചാനൽ ചർച്ചയിൽ പറയുമ്പോൾ ഒരു കാര്യം വളരെ ഗൗരവമായി നിങ്ങൾ മനസ്സിലാക്കണം. ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ദുരന്തമാണ്. ഒരുപാട് പേരുടെ ജീവനാണ് നഷ്ടപ്പെട്ടത്. അവരുടെ എല്ലാ സ്വപ്നങ്ങളുമാണ് ഇല്ലാതായത്. ആ സ്വപ്നത്തെ, അവരുടെ ജീവിതത്തെ, ബാക്കിയുള്ളവരുടെ ജീവിതത്തെ നമ്മൾ മുമ്പോട്ട് കൊണ്ടുപോകണ്ടേ? നിങ്ങൾ പ്രധാനമന്ത്രി കയ്യിലെടുത്ത നൈസമോൾ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എല്ലാം നഷ്ടപ്പെട്ട ഒരു മോളാണ്. അങ്ങനെയുള്ള ഒട്ടനവധി മക്കളുണ്ട്, ഒരുപാട് രക്ഷിതാക്കളുണ്ട്. അവരുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകണ്ടേ? അതിന് കേന്ദ്രത്തിന് ഉത്തരവാദിത്തമില്ലേ? 7ാമത്തെ ദിവസം ത്രിപുരയ്ക്ക് 40 കോടി കൊടുത്ത രാജ്യത്തെ ഗവൺമെന്റിന് 7 മാസം പിന്നിട്ടിട്ടും ഒരു നയാ പൈസ ഈ ജനങ്ങൾക്ക് 300 പേരിലധികം മരിച്ചവർക്ക് കൊടുക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ അതിനെ ന്യായീകരിക്കാൻ പിന്നെ BJPയുടെ പ്രതിനിധി ഇവിടെ പറയുമ്പോൾ നമ്മൾ വിശ്വാസത്തിലെടുക്കാത്ത എന്തുകൊണ്ടാണെന്നറിയോ? പ്രധാനമന്ത്രി തന്നെ വന്നിട്ടാണ് ഇത് പരിഹരിക്കുമെന്ന് പറഞ്ഞത്. പരിഹരിച്ചില്ല. കേന്ദ്രമന്ത്രിയായിരുന്ന V. മുരളീധരൻ എന്താ പറഞ്ഞത് നമ്മൾ കേട്ടതാണല്ലോ. അതൊരു ചെറിയ ഇങ്ങനെ 2-3 വാർഡിൽ മാത്രമുള്ള ദുരന്തമായി എന്ന് ലഘൂകരിക്കുന്ന നിലപാടല്ലേ പരസ്യമായി അദ്ദേഹം സ്വീകരിച്ചത്? അങ്ങനെയല്ലേ BJPക്കാർക്കല്ലാതെ ആർക്കാണ് ഇങ്ങനെയൊരു നിലപാട് സ്വീകരിക്കാൻ വേണ്ടി കഴിയുന്നത്? കേരളത്തെ ജനതയോട് എന്ത് ഉത്തരവാദിത്തമാണ് ഇവർക്കുള്ളത്? എന്തെങ്കിലും ഒരു മനുഷ്യപ്പറ്റ് കുറച്ചെങ്കിലും അവശേഷിക്കുന്നുണ്ടെങ്കിൽ ഇവർ പ്രതിസന്ധിയോട് ശരിയായ സമീപനം സ്വീകരിക്കണമെന്നാണ്. അല്ല നിജേഷ്, ഇതിനകത്ത് ഒരു സംയുക്ത പ്രതിഷേധത്തിന്റെ വേണ്ടി വന്നാൽ ഒരുമിക്കുന്നതിന്റെ സാധ്യതയെക്കുറിച്ചൊക്കെ പറയുന്നു. പക്ഷെ വയനാട്ടിലെ MP ഇതുവരെ ഈ കാര്യത്തിൽ ഈ അധിക്ഷേപ വായ്പയെ കുറിച്ച് മിണ്ടിയിട്ടില്ല. നിഷാദ് വന്നോട്ടെ, ഇന്ന് വന്നിട്ടല്ലേ ഉള്ളൂ. ഒരു കാര്യം നിങ്ങൾക്ക് ഉറപ്പിക്കാം, വയനാട്ടിലെ MP ഒരു കാരണവശാലും വയനാട് ജനതയ്ക്കെതിരായിട്ടോ അല്ലെങ്കിൽ വയനാട്ടിൽ ഏതെങ്കിലും സഹായം കിട്ടുന്നതിനെതിരായിട്ടോ നിൽക്കില്ല എന്ന് എനിക്കും നിഷാദിനും സംസാരിക്കും. എന്താ, ഇന്ന് പ്രതിപക്ഷ നേതാവും KPCC പ്രസിഡന്റും സംസാരിച്ചിട്ടുണ്ട്. പാർട്ടിക്ക് വേണ്ടി സംസാരിച്ച വ്യക്തി എന്ന നിലയ്ക്ക് ഞാനിവിടെ സംസാരിച്ചിട്ടുണ്ട്. ആ നിലപാടിൽ യാതൊരു മാറ്റവുമില്ല. ഞാൻ ഏതെങ്കിലും ഒരു രാഷ്ട്രീയം ഇതിനകത്തേക്ക് കുത്തി നിറയ്ക്കാൻ ശ്രമിച്ചോ? ഇല്ല. കാരണം അതൊരു പൊതുവിഷയമാണ്. ആ പൊതുവിഷയത്തിൽ കേന്ദ്ര ഗവൺമെന്റിനെതിരെ ഉള്ള നിലപാടാണ്. അത് ഒരുമിച്ച് ഞാൻ പറഞ്ഞു, കൈ കോർക്കേണ്ടടുത്ത് കൈ കോർത്ത് മുന്നോട്ട് പോകാൻ, അല്ലാണ്ട് BJP നന്നാക്കാനൊന്നും ശ്രമിച്ചിട്ട് യാതൊരു കാര്യവുമില്ല. അതായത് നടക്കാനും പോകുന്നില്ല. അങ്ങനെ ഒരു പ്രതീക്ഷയും ഇല്ല. ഏതായാലും കേരളത്തിലെ ടെസ്റ്റ് ഡോസ് തൃശ്ശൂരിലെ ജനതയ്ക്കാണ്, അവർക്ക് ഏകദേശം കിട്ടിത്തുടങ്ങി. കേരളത്തിലെ ജനതയ്ക്ക് BJPക്ക് അറിയാതെങ്കിലും വോട്ട് ചെയ്തു പോയ ആളുകൾക്ക് ഒരു കൃത്യമായ ഒരു അറിവ്, BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് ആണെങ്കിലും ശരി, വരാൻ പോകുന്ന ആളാണെങ്കിലും ശരി, പ്രിന്റുവിനെ പോലെ ആളാണെങ്കിലും ശരി, BJPയുടെ സംസ്ഥാനത്തിനോടുള്ള സമീപനം, ദുരന്തത്തോടുള്ള സമീപനം, ആവർത്തിക്കുന്ന സംഭവങ്ങൾ. പ്രിന്റു മഹാദേവ് പറയുന്നത് പൈസ എന്തായാലും കിട്ടും, കിട്ടാതിരിക്കില്ല. ആ പ്രതീക്ഷ സഫലമാവട്ടെ എന്ന് ആശിക്കാം. ഞാൻ അവസാനിപ്പിക്കുന്നു, സമയം കഴിഞ്ഞുകൊണ്ട്. താങ്ക് യു പ്രിന്റു, നിജേഷ്, ഒപ്പം റഫീഖ് ചർച്ചയിൽ പങ്കെടുത്തതിന്.